എൻ്റെ ഒരു കരിയർ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്ററായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നും സോഷ്യൽ മീഡിയയാണ് എല്ലാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ കിങ് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ എല്ലാമായി എന്നുള്ളൊരു തോന്നൽ വരും. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചൊരു പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഒരു ഗൂഗിൾ ആഡ്സും കാര്യങ്ങളൊക്കെ ഒരു പെയ്ഡ് ആഡ്സിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നും ദിസ് ഇസ് ദ ഫൈനസ്റ്റ്. പെയ്ഡ് ആഡ്സ് ആണ് ടോപ്പ്. പെയ്ഡ് ആഡ്സ് കഴിഞ്ഞിട്ടുള്ളൂ. പെയ്ഡ് ആഡ്സ് കൊണ്ടാണ് എല്ലാം നടക്കുള്ളൂ. ഇല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് ഇല്ലെങ്കിൽ ബിസിനസ് തന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞൊരു വെളിപാട് വരും. കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ പെയ്ഡ് ആഡ്സ് മാത്രം പോരാ, നമുക്ക് ഓർഗാനിക്കും വേണം. എന്നാലാണ് പെയ്ഡ് ആഡ്സിന്റെ കാക്ക് കുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓർഗാനിക് ഇങ്ങനെ പഠിച്ചാൽ ഓർഗാനിക്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നും ഓർഗാനിക്കാണ് മാസ്, ഓർഗാനിക് ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ലെവല് പറയാം. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്, ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന ഒരു സാധനം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പുതിയ ടെക്നോളജി, അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗിൽ ഒരാൾ സ്പെഷ്യലൈസ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ഡ്രിവൻ ആക്ടിവിറ്റീസിൽ സ്പെഷ്യലിസ്റ്റ്, ഒരു ഗ്രോത്ത് ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റ്, അപ്പൊ നമുക്ക് തോന്നും ഓക്കെ ദിസ് ഈസ് ദ ഫൈനസ്റ്റ്. ദ നമ്പർ വൺ പ്രോബ്ലം ഈസ് നത്തിങ് ഈസ് പെർഫെക്റ്റ് ആൻഡ് നത്തിങ് ഈസ് ഫൈനസ്റ്റ്. മാർക്കറ്റിംഗിൽ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം പറയാം. അഥവാ ഇപ്പൊ നമ്മളൊരു കളരിപ്പയറ്റ് പഠിക്കാം. അതിൽ വാളുണ്ട്, പരിചയമുണ്ട്, കത്തിയുണ്ട്, കൊടുവാള്, അങ്ങനെയുള്ള വടി എല്ലാം ഉണ്ട്. നമുക്ക് വടിപ്പാറ്റ് പഠിക്കുമ്പോൾ തോന്നും വടിപ്പാറ്റ് ഉണ്ടെങ്കിൽ എത്ര ആൾക്കാരും തള്ളിയിടാം. പിന്നെ കത്തിപ്പാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കത്തിപ്പാറ്റ്, അല്ലെങ്കിൽ നെഞ്ചക്ക, മറ്റേ നമ്മളെ വീശുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പൊ കരാട്ടെ കുംഫുലൊക്കെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാരും തള്ളിയിടാം. അല്ലെങ്കിൽ പിന്നെ വാള് എടുത്ത് പഠിക്കുന്നു, വാളുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാല്ല, കത്തി ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാല്ല, തോക്കുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാല്ല. ഇങ്ങനെ 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 നമ്മൾ അതിൽ ഒരു ഇതായിട്ട് വരും. പക്ഷെ മോസ്റ്റ് ഓഫ് ആൻഡ് മോസ്റ്റ് ഇറ്റ്സ് എ സെൻസ്. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് എ സെൻസ്. എന്ത്, എപ്പോ, എവിടെ, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവ് അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് എന്നുള്ളതാണ് ഒരു മാർക്കറ്റർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. നമ്മളെപ്പോഴും ക്ലാസ്സിലും പറയുന്ന, എല്ലാ ഗ്രൂപ്പിലും പറയുന്ന ഒരു കാര്യമാണ്. കോമൺ സെൻസ് ഈസ് ദ കിങ്. മനസ്സിലായോ? നമ്മളിപ്പോ പ്രോഗ്രാമാറ്റിക് പഠിച്ചു, ഡാറ്റ ഡ്രിവൻ പഠിച്ചു, എല്ലാം പഠിച്ചു. ഇത് എപ്പോ എന്തിനുപയോഗിക്കണമെന്ന് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ക്ലയന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ പെർഫോമൻസ് തുടങ്ങും, എങ്കിൽ അവർക്ക് നേരെ PPC തുടങ്ങും, അവർക്ക് നേരെ ഓർഗാനിക് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങും. അത് തുടങ്ങി ആ ഫണ്ട് പോയി ആ ക്ലയന്റ് നമ്മൾ തെറ്റിപ്പിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ചെയ്തതൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒന്ന് ഹാൻഡ് റൈസ് അല്ലെങ്കിൽ ഒന്ന് യെസ് പറയാം. ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർ യെസ് യെസ് യെസ്. ഒരുപാട് ആളുകളുണ്ട് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർ യെസ്. ഈ ഏജൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാം. പ്രശ്നമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ടാവും. ഇൻഹൗസിൽ വർക്ക് ചെയ്യുന്നവർ അവർക്ക് വേണ്ടി മാത്രം ചിന്തിച്ചാൽ മതി, അല്ലെ? ഇൻഹൗസിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഏജൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ക്ലയൻസിന്റെ കാര്യങ്ങളും നോക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതിലൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എന്താണോ ഇന്നലെ വരെ ചെയ്തുകൊണ്ട് വന്നത് അതെങ്ങനെ 1% ഇമ്പ്രൂവ് ആക്കാമെന്ന് മാത്രമേ നമ്മൾ ആലോചിക്കുള്ളൂ, അല്ലെ? ആഡ്സിൽ ഇന്നലെ വന്ന 10 ലീഡാണെങ്കിൽ ഇന്നത് 11 ആക്കാൻ പറ്റുമോ എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ആലോചിക്കുന്നില്ല. മനസ്സിലായോ? അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഇൻ കേസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസി ഈ ഡാറ്റ ഡ്രൈവൻ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് തിങ്കിങ് ഉള്ള ഒരു ഓണറോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു അപ്പർ മാനേജറോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കരിയർ മൂഞ്ചാൻ അത് മാത്രം മതി. മനസ്സിലായോ? സോ നിങ്ങളൊരു ആസ് എ മാർക്കറ്റർ, നിങ്ങൾ ഏജൻസിയിലായിക്കോട്ടെ, ഇൻഹൗസിലായിക്കോട്ടെ, ഫ്രീലാൻസർ ആയിക്കോട്ടെ, പുതിയത് പഠിക്കാനും പുതിയത് ട്രൈ ചെയ്യാനും കിട്ടിയ അവസരങ്ങൾ മുതലാക്കിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻഡസ്ട്രി ഔട്ടാവും, ഉറപ്പാണ്. ഞാൻ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് 2015-16 ഞാൻ വന്ന് വിചാരിച്ചിരുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് എല്ലാം. ഫേസ്ബുക്ക് ആഡ്സ് ഒക്കെ പഠിച്ചിറങ്ങുമ്പോൾ ഞാനിങ്ങനെ കൈയടിച്ചിട്ടെങ്കിൽ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മതി, എനിക്കൊരു കമ്പനീനെ അങ്ങനെ ടോപ്പിലോട്ട് എത്തിക്കാൻ പറ്റും. നടക്കൂല. മനസ്സിലായോ?
സോ മാർക്കറ്റ് അത്രത്തോളം ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ടെക്നോളജി അത്രത്തോളം ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീഷൻ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കരിയറിലുള്ള കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിനേക്കാളും നമ്മളെക്കാൾ കഴിവുള്ള ആളുകളെ നിരന്തരം മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് UAE ദുബായിൽ ഒരു മാർക്കറ്റേഴ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ പേര് യുണൈറ്റഡ് ആഡ് എക്സ്പെർട്സ് എന്നാണ്. UAE എന്നത് ഷോർട്ടാക്കിയിട്ട് യുണൈറ്റഡ് ആഡ് എക്സ്പെർട്സ് എന്നാണ്. തീർച്ചയായും ഇതിലുണ്ടാവും, തീർച്ചയായും ഗ്രൂപ്പിലുണ്ട്. നമ്മൾ ഓരോ ദിവസം നടത്തുന്ന ഡിസ്കഷൻസ്, പുതിയ കാര്യങ്ങൾ, നമ്മളൊക്കെ എന്താ പറയാ, നമ്മളെക്കാൾ കഴിവുള്ള ആളുകളെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത്. മനസ്സിലായോ? നമ്മൾ എവിടെയും എത്തിയിട്ടില്ല, നമുക്ക് ഇനിയും ഒരുപാട് പോകാനുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ടോട്ടൽ ഒരു വാട്ടർ, ഭൂമിയിലുള്ള ഒരു വാട്ടറിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടറിൽ പുഴകളാണ് ശരിക്കും പറയുന്നത് നമുക്ക് പെർഫോമൻസ് മാർക്കറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ഒരു പുഴയ്ക്ക് പുഴയുടേതായ ഒരു കർമ്മം ഉണ്ടാവും അല്ലേ? പുഴ ഒഴുകി പോകുന്നിടത്ത് കൃഷികൾ ഉണ്ടാവും, മനുഷ്യർ താമസിക്കുന്നുണ്ടാവും, മത്സ്യസമ്പത്ത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് ഒരുപാട് ആളുകളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പുഴ. റിവർ ഈസ് സെയിം ലൈക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഓക്കെ, ഇറ്റ് നൗറിഷസ് ഇറ്റ്സ് ലാൻഡ്സ്. ഒരുപാട് പിന്നെ എക്കോസിസ്റ്റംസ്, lots of ecosystems and everything will be related with the river. Okay, നമ്മളെ സിന്ധു റിവർ കൾച്ചർ അറിയാം അല്ലേ? സിവിലൈസേഷൻ, റിവർ സിവിലൈസേഷൻ. ഈ സിവിലൈസേഷൻ ഒക്കെ വന്നത് റിവറിനെ ചുറ്റി നിന്നിട്ടാണ്. ഇതുപോലെയാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബിസിനസ്സിന് നിന്ന് പോകണമെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് വേണം, വില നിന്ന് പോകണമെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് വേണം. ആ നിലനിൽപ്പ് ഉയർത്താനും ആ നിലനിൽപ്പിന്റെ സസ്റ്റൈനബിലിറ്റി കൂട്ടാനും നമുക്ക് ഡാറ്റ ഡ്രിവൻ മാർക്കറ്റിംഗ് വേണ്ടി വരും. മനസ്സിലായോ? ആ ഡാറ്റ ഡ്രിവൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? പല ടെക്നോളജീസ് യൂസ് ചെയ്യണം. അതിലൊന്നാണ് ഈ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് എന്നുള്ളത്. മനസ്സിലായോ? അതിലൊന്നാണ് ഈ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്. ഇതല്ലാത്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആസിഫ്, ഞാനും ലത്തീഫ് സാറൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് കിട്ടാതെ പോകുന്ന സ്കിൽസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, ഈ ലെവൽ ആഡ് സ്പെൻഡ് നടത്താനോ മാർക്കറ്റിംഗിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ താല്പര്യമുള്ള ബിസിനസ് ഓണേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ബിസിനസ്സുകളില്ല, അല്ലെങ്കിൽ അതിന് കഴിവുള്ള ബിസിനസ്സുകളില്ല. ഈ കഴിവുണ്ടെങ്കിൽ അവർക്ക് അതിൽ ധൈര്യമില്ല. എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത്? ഒരു ബിസിനസ് ഓണർക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റിംഗ് നിന്ന് അതിന്റെ ROI കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര പുതിയ ടെക്നോളജിയിലോട്ടും എത്ര കൂടുതൽ ആഡ് സ്പെൻഡ് നടത്താൻ അയാൾ തയ്യാറാവില്ലേ? അത് കിട്ടാത്തത് കൊണ്ടാണ് അയാളും അയാളുടെ സർക്കിളിലുള്ള ആളുകളോടും പറയും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെറുതെ പൈസ കളയാൻ നിൽക്കണ്ട, ഓരോ എന്തൊക്കെ കാട്ടിയിട്ട് പോവാന്നല്ലാതെ ഒന്നും നടക്കൂല. ഇത് പറയും എപ്പോഴും. മനസ്സിലായോ? ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് തന്നെ അതിന് റിസൾട്ട് ഇല്ലാത്ത രീതിയിലേക്ക് അവർക്ക് പരിചയപ്പെടുത്തിയത് കൊണ്ട് ഇത് മൊത്തത്തിൽ ഒരു വലിയ പരിപാടി ഒന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ലെവലിലെ ആളുകൾ എന്ത് ചെയ്യും? ഇതിനെ കണ്ടു തുടങ്ങി. ആരാണ് റെസ്പോൺസിബിൾ? ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മളാണ് അതിന് ഉത്തരവാദി. ഇത് മാറ്റി കൊടുക്കുന്ന ഉത്തരവാദിത്തം നമ്മുടേതാണ്. മനസ്സിലായി? സോ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ടെക്നോളജി പുതിയത് പഠിക്കാൻ പറ്റും, എന്തെല്ലാം മാർക്കറ്റിംഗ് വെർട്ടിക്കൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, കണ്ണും പൂട്ടിയിട്ട് പഠിച്ചോ. ഇന്നത് പഠിച്ചില്ലെങ്കിൽ നാളെ അത് അറിയുന്നവൻ നമ്മളെ പണി കളയും, അത് ഉറപ്പാണ്. AI വന്നുകൊണ്ടിരിക്കുകയാണ്, മെഷീൻ ലേണിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പറയാറുണ്ട്, പിന്നെ അഥവാ AI അല്ല നമ്മളെ പണി ഉണ്ടാവും. AI നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവൻ, ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവൻ നമ്മൾ പണി ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മാർക്കറ്റിംഗിൽ ഫ്രണ്ട് ലൈനിൽ നിന്നിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് പറ്റും? പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോഴ്സാണ് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്. അതാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? റെഡിയാണോ? കാണുന്നില്ല, വീഡിയോയും കാണുന്നില്ലേ? ഓക്കെ. സോ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്
പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒരു പുഴയാണെങ്കിൽ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ഒരു കടലാണ്. മനസ്സിലായോ? അഥവാ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെന്ററി, ആഡ് കാണിക്കാനുള്ള പ്ലേസ്മെന്റുകൾ, അങ്ങനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയാം. ഈ ഇൻവെന്ററീസ് നമുക്ക് അതിനൊരു പരിധി ഉണ്ട് അല്ലേ? ആ പുഴയിൽ നിന്ന് നമുക്ക് പിടിക്കാവുന്ന മീനുകൾക്ക് ഒരു പരിധി ഉള്ളത് പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, അവിടുന്ന് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ ഇൻവെന്ററിക്ക് ഒരു പരിധിയുണ്ട്. ഗൂഗിള് അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് മാർക്കറ്റിംഗ് പ്രോഗ്രാമാറ്റിക് യൂസ് ചെയ്യാൻ പറ്റും, അത് വേറെ വിഷയം. നോർമൽ ഗൂഗിളിന്റെയും ഇതിന്റെയും കൺസെപ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് എന്നുള്ളത് ഇന്നോ ഇന്നലെയോ സ്റ്റാർട്ട് ചെയ്ത സംഭവം. ഓൾമോസ്റ്റ് 2001 മുതൽ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ലോകത്ത് ഉണ്ട്. ഓക്കെ, സോ ഈ പ്രോഗ്രാമിംഗ് മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അഡ്വർടൈസ്, പബ്ലിഷേഴ്സ്, എസ്റ്റാബ്ലിഷ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അഥവാ ലോകത്ത് പബ്ലിഷേഴ്സ് ഉണ്ട്, അഡ്വർടൈസേഴ്സ് ഉണ്ട്. നമ്മളാണ് അഡ്വർടൈസേഴ്സ്. നമുക്ക് ആഡ് പബ്ലിഷ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഓണേഴ്സ് ആണ് പബ്ലിഷേഴ്സ് എന്ന് പറയും അല്ലെ? ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് പേപ്പറിന്റെ ഓൺലൈൻ മാഗസീൻസ്, ഓൺലൈൻ വെബ്സൈറ്റ്സ്, ഇങ്ങനെയുള്ള മോണിറ്റൈസേഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ള ആഡിന് വേണ്ടിയിട്ട് ഇൻവെന്ററി മാറ്റി വെച്ചിട്ടുള്ള വെബ്സൈറ്റ് ഇൻവെന്ററി സെല് ചെയ്യുന്ന ആളാണ് പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത്. ഈ പബ്ലിഷേഴ്സും അതുപോലെ തന്നെ അഡ്വർടൈസേഴ്സും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട്, ഓക്കെ, നമ്മൾ പറയും, നമ്മുടെ നാട്ടിൽ പറയുന്ന ഓർമ്മ, പണ്ട് നമ്മൾ ചുമര് എഴുതും അല്ലെ? നമ്മൾ ചുമരെഴുത്ത് ആഡ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് ചുമരെഴുതാനുള്ള ആ കടക്കാരനും ആ ചുമരന്റെ ഓണറായിട്ടുള്ള ആ വീട്ടുകാരനും തമ്മിൽ നമ്മളൊരു പൈസന്റെ ഒരു റെന്റ് വെക്കും അല്ലെ? ആ റെന്റ് ഉള്ള കാലത്തോളം മതിൽ നമ്മൾ ആ പെയിന്റ് എഴുതിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ട്രഡീഷണൽ മീഡിയ ബൈങ് എന്ന് പറയും. നമ്മളിതിന് ഒരു ഫിസിക്കൽ മീഡിയ ബൈങ് നമുക്ക് അതിന് പറയാം. ഓക്കെ, ഈ മീഡിയ ബൈങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അവിടെ ഒരു ആഡ് ഇൻവെന്ററി ഉണ്ട്. ഏതാണ് ആഡ് ഇൻവെന്ററി? ഈ ആഡ് ഇൻവെന്ററി ആണ് ആ മതില്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഓൺലൈൻ രംഗത്ത്, ഇന്റർനെറ്റ് ലോകത്ത് 90s 80കളും 90കളിലൊക്കെ ഇന്റർനെറ്റ് ലോകത്ത് സജീവമായി വന്ന് 2000 കൂടുതൽ ഫ്ലറിഷ് ആയ സമയത്ത് ഓൺലൈനിലൂടെ എങ്ങനെ ആഡ് കാണിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഓൺലൈനിന്റെ പബ്ലിഷേഴ്സും അതുപോലെ തന്നെ അഡ്വർടൈസേഴ്സും തമ്മിൽ ധാരണയിലെത്തുകയും അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഡീലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. 2005 ആയപ്പോഴേക്ക് ഗൂഗിള് ആദ്യമായിട്ട് മുൻകൈ എടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു ആഡ് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഓൾമോസ്റ്റ് എല്ലാ വെബ്സൈറ്റുകളും ഗൂഗിളിന്റെ അണ്ടറിലായിരുന്നു. സോ 2005 ആകുമ്പോഴേക്ക് ഗൂഗിൾ, യാഹൂ വരെയൊക്കെ ആഡ് എക്സ്ചേഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്തു. ആഡ് എക്സ്ചേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അതുപോലെ തന്നെ 2007 ആയപ്പോഴേക്ക് ഫസ്റ്റ് ആദ്യത്തെ ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ആയി വന്നു. 2009 ആകുമ്പോഴേക്ക് RTB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. RTB എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ബിഡിങ്. ഓക്കെ, ഓപ്ഷൻ നടക്കുന്നു, ഓൺ ദ സ്പോട്ടിൽ ബിഡിങ് നടക്കും. സോ RTB 2011 ആയപ്പോൾ ബിക്കം മെയിൻ സ്ട്രീം ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോംസ്, DMP പ്ലാറ്റ്ഫോംസ്, ബിഗ് ഡാറ്റ, ഡാറ്റാ സയൻസ്, ഇതൊക്കെ ഈ ഒരു മേഖലയിൽ വളർന്നു വന്നു. 2015 ആയപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമാറ്റിക് CTV ക്യാമ്പയിൻസ് ലോഞ്ച്. CTV എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കണക്റ്റഡ് TV പ്ലാറ്റ്ഫോംസ്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് കണക്ട് ചെയ്തിട്ട് ആഡ്സ് കാണിക്കാനുള്ള സംഭവമാണ്. പിന്നെ 2016 ഹെഡർ ബിഡിങ് ബിക്കംസ് മെയിൻ സ്ട്രീം. അഥവാ നേരത്തെ RTB ആയിരുന്നു, ഇപ്പോൾ അത് പിന്നീട് ഹെഡർ ബിഡിങ് എന്നുള്ള ടെക്നോളജിയിലോട്ട് മാറി. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് എടുത്ത് ചോദിക്കേണ്ട. കാരണം എനിക്ക് നിങ്ങളുടെ ഈ കമന്റ് വായിക്കാൻ ഇപ്പോൾ പറ്റൂല. ഓക്കെ, അതാണ് സ്ലൈഡിന്റെ അവസ്ഥ. സോ എന്തുണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ മനസ്സിലാക്കുന്ന വാൾഡ് ഗാർഡൻ ആൻഡ് ഓപ്പൺ ഇന്റർനെറ്റ്, രണ്ട് കൺസെപ്റ്റാണ് ഇതിൽ പ്രധാനമുള്ളത്. ഒന്ന് വാൾഡ് ഗാർഡൻ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാൾഡ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലിങ്ക്ഡിൻ, പിൻട്രസ്റ്റ്, സ്നാപ്ചാറ്റ്, ട്വിറ്റർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകൾ. ഈ പ്ലാറ്റ്ഫോമുകളുടെയാണ് നമ്മൾ വാൾഡ് ഗാർഡൻ. വാൾഡ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ചുമര് കെട്ടിയിട്ടുള്ള ഒരു ഗാർഡൻ അല്ലെ? മതിലിട്ടിട്ടുള്ള ഒരു ഗാർഡൻ എന്ന അർത്ഥം. അഥവാ അവർക്ക് പരിമിതിയുണ്ട്. ആ ചെറിയ പ്ലാറ്റ്ഫോമിനുള്ളിലുള്ള ഇൻവെന്ററികളിൽ മാത്രമേ അവർക്ക് ആഡ് കാണിക്കാൻ പറ്റുള്ളൂ. അതിൽ മാത്രമേ എന്തുള്ളൂ. ഇപ്പൊ ഫേസ്ബുക്ക് ഒരു വാൾഡ് ഗാർഡൻ ആണ്, ഗൂഗിൾ ഒരു വാൾഡ് ഗാർഡൻ ആണ്, ആമസോണിന്റെ ഉള്ളിൽ ആഡ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ആമസോണിന്റെ പ്ലാറ്റ്ഫോമുകൾ അതൊരു വാൾ ഗാർഡൻ, എല്ലാം വാൾ ഗാർഡൻ തന്നെയാണ്. അതിൽ ചെറിയ വാൾ ഗാർഡൻ, വലിയ വാൾ ഗാർഡൻ. ഈ ഓപ്പൺ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ വാൾ ഗാർഡനിലും അതിൽ പെടാത്തതുമായിട്ടുള്ള ടോട്ടൽ ആഡ് ഇൻവെന്ററിയാണ് നമ്മൾ ഓപ്പൺ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പൺ സി എന്ന് പറയില്ല നമ്മൾ അല്ലെ? ഓപ്പൺ സി പറഞ്ഞാൽ പുറം കടൽ. യെസ്,
അതുപോലെ തന്നെ ഈ പുറം കടലിൽ നിന്ന്, ഇപ്പൊ നേരത്തെ ഞാൻ പുഴ കടലിൽ നിന്ന് പറയാൻ കാരണം, ഈ പുറം കടലിൽ നമ്മളിപ്പോ ആദ്യം ഒരു തിരമാലയൊക്കെ കണ്ട് ബോട്ടിൽ, ചെറിയൊരു ബോട്ടിൽ കയറി, ആ ബോട്ടിൽ കയറി നമ്മൾ എന്ത് ചെയ്യുന്നു, കടലിലോട്ട് പോകും. ഇതിനൊക്കെ നമ്മൾ ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയാം. ഇങ്ങനെ പോയി 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 ഇതിന്റെ ഒരു ഇൻവെന്ററി തപ്പി 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 നമ്മൾ ആദ്യം നമുക്കൊരു മത്സ്യബന്ധന ബോട്ടിന് കിട്ടുന്ന ഒരു മീൻ എത്രയായിരിക്കും, അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കടലിലോട്ട് പോയി നമ്മളൊരു ഷിപ്പിൽ കയറി, ഷിപ്പ് യാത്ര തുടർന്ന്, ഷിപ്പ് ഒരു നടുക്കടലിൽ പോയി അവിടെ നിന്ന് ഡൈവിങ് നടത്തി കടലിന്റെ അടിയിൽ പോയി അവിടുത്തെ മുത്തുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ പഠനങ്ങൾ നടത്താനോ ഡീറ്റെയിൽ ആയിട്ടുള്ള സയൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടി കടൽ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, വെറും മീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല. ദിസ് ഈസ് ഹൗ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്നുള്ളത്, ഓപ്പൺ ഇന്റർനെറ്റിൽ എന്നുള്ളത് ആഡ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വഴികളും ഇന്റർനെറ്റിനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വെബ്സൈറ്റ് ഉണ്ടാവും ലോകത്ത്? എത്ര കോടിക്കണക്കിന്, ദശലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ, മില്യൺസ് ഓഫ് വെബ്സൈറ്റ് ഉണ്ടാവും ലോകത്ത്, ട്രില്യൺസ് ഓഫ് വെബ്സൈറ്റ് ഉണ്ടാവും അല്ലെ? ഈ വെബ്സൈറ്റ്, അതിന് പുറമെ ആപ്പ്, ഈ ഓരോ വെബ്സൈറ്റുകളിലും മൾട്ടിപ്പിൾ പേജസ്, ഈ ഓരോ പേജുകളിലും മൾട്ടിപ്പിൾ ആഡ് സ്പോട്ടുകൾ അഥവാ ആഡ് ഇൻവെന്ററികൾ അല്ലെ? ഇത്രയും കാര്യങ്ങൾ ലോകത്ത് വൈഡായിട്ട് അൺടച്ച്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. എന്താണ് അൺടച്ച്ഡ് ആയിട്ട്? ആരും തൊടാതെ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളെ നാട്ടിൽ കാടുണ്ട് അല്ലെ? പല കാടുണ്ട്. നമ്മളെ കേരളത്തിനുള്ളിൽ നമ്മൾ ഇതുവരെ പോകാത്ത കാടുകളുണ്ട്, ഏരിയകളുണ്ട്, നമ്മൾ വിസിറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. അവിടൊക്കെ പല പല വിധത്തിലുള്ള റിസോഴ്സുകളുണ്ട് അല്ലെ? ഇതുപോലെയാണ് ഓപ്പൺ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വാൾ ഗാർഡനിന്റെ അപ്പുറത്ത് അൺടച്ച്ഡ് ആയി കിടക്കുന്നു ഒരുപാട് ആഡ് ഇൻവെന്ററി ഉണ്ട്. ആ ആഡ് ഇൻവെന്ററികളിൽ ആഡ്സ് കാണിക്കാനുള്ള, ഓട്ടോമേറ്റ് ചെയ്തിട്ട് കാണിക്കാനുള്ള ടെക്നോളജിയാണ് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിടുത്തം കിട്ടിയോ? പിടുത്തം കിട്ടില്ലേ? അതാണ് ഇത് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്. അപ്പോൾ നമ്മളിപ്പോ ഈ കാണുന്ന ഫേസ്ബുക്കിന്റെയും, ഇപ്പൊ ഫേസ്ബുക്കിന്റെ ഉള്ളിൽ ഫേസ്ബുക്കിന്റെ ഓഡിയൻസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ അല്ലെ? ഫേസ്ബുക്കിന്റെ ഓഡിയൻസ് നെറ്റ്വർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളിലും പ്ലാറ്റ്ഫോമുകളിലും ആപ്പുകളിലാണ് ഓഡിയൻസ് നെറ്റ്വർക്കിലൂടെ നമ്മൾ ആഡ് പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ഗൂഗിളിന്റെ ആഡ് എക്സ്ചേഞ്ചിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളുടെ ആഡ് ഇൻവെന്ററികൾ. ഇപ്പൊ ഒരു വെബ്സൈറ്റിൽ തന്നെ ഒരുപാട് ആഡ്, ഇപ്പൊ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു ന്യൂസ് വെബ്സൈറ്റ്, അതിൽ ഒരുപാട് ആഡ് ഇൻവെന്ററി ഉണ്ട്. അതിൽ 1-2 ആഡ് ഇൻവെന്ററി ആയിരിക്കും ചിലപ്പോൾ ഗൂഗിളിന് ഞാൻ വിറ്റിട്ടുണ്ടാകും. ബാക്കി ആഡ് ഇൻവെന്ററി എനിക്ക് കൂടുതൽ ക്യാഷ് തരുന്ന വേറെ ഏതെങ്കിലും ഒരു എക്സാൻഡറോ അല്ലെങ്കിൽ പബ്മാറ്റിക്കോ ഏതെങ്കിലും ഒരു ആഡ് എക്സ്ചേഞ്ചിനായിരിക്കും ഞാൻ അത് സെല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് ആ ആഡ് ഇൻവെന്ററിയിൽ ഒരിക്കലും നമുക്ക് ആഡ് കാണിക്കാൻ പറ്റില്ല. ഗൂഗിളിന്റെ അണ്ടറിലുള്ള ആഡ് ഇൻവെന്ററിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് കാണിക്കാൻ പറ്റും. പിടുത്തണ്ട? സോ അങ്ങനെ കാണിച്ചാൽ അത് എപ്പോ കാണിക്കണം, ആ ആഡ് ഇൻവെന്ററിയിൽ എപ്പോ കാണിക്കണം, ആർക്ക് കാണിക്കണം എന്നുള്ള ടെക്നോളജിയിൽ ഒരു പ്രിസിഷൻ കൂടി ഉണ്ടെങ്കിൽ, ഒരു ഗ്രാനുലാർ ലേസർ ടാർഗറ്റിംഗ് എബിലിറ്റി കൂടി ആ പ്ലാറ്റ്ഫോമിന് ഉണ്ടെങ്കിൽ, ആ പ്ലാറ്റ്ഫോം എത്ര പവർഫുൾ ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. പിടുത്തണ്ട? ആ പ്ലാറ്റ്ഫോം എത്ര പവർഫുൾ ആയിരിക്കും? അതാണ് നമ്മൾ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിലൂടെ ചെയ്യുന്നത്. മനസ്സിലായോ? സോ അതാണ് ഓപ്പൺ ഇന്റർനെറ്റും വാൾ ഗാർഡനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇതിനകത്ത് ടോട്ടൽ ഒരു എക്കോസിസ്റ്റം നിൽക്കും ഇങ്ങനെയാണ്. അഥവാ 2 സൈഡുകൾ ഉണ്ടാവും അല്ലെ? 2 സൈഡ് ഉണ്ടാവും. ഒന്ന് ബയർ സൈഡ്, 2 സെൽ സൈഡ്. ബയർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ, നമുക്ക് അഥവാ നമ്മൾ അഡ്വർടൈസർ സൈഡ്, അതാണ് ബയർ സൈഡ് എന്ന് പറയുന്നത്. സെൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഡ് വിൽക്കുന്ന ആളുകൾ, ആഡ് ഇൻവെന്ററി സ്വന്തമായിട്ടുള്ള ആള്, പബ്ലിഷേഴ്സ് എന്ന് പറയും, മറ്റേത് അഡ്വർടൈസേഴ്സ് എന്ന് പറയും. ഈ 2 പാർട്ടാണ് ഇതിനുള്ളത്. ഈ 2 പാർട്ടിനെ കണക്ട് ചെയ്യുന്ന മേഖലയാണ് ആഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആഡ് സെർവർ, ആഡ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. സോ നമ്മൾ എപ്പോഴും പ്രോഗ്രാമാറ്റിക്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് പോകുന്നതും ഈ ഒരു സൈഡിലോട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് ആഡ് കാണിക്കാനുള്ള വെബ്സൈറ്റ് അല്ല എന്നുള്ളത്, നിങ്ങൾക്ക് ആഡ് കാണിക്കാനുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. മനസ്സിലായോ? നമ്മുടെ ആഡ്സിനെ ഈ
പ്രോഗ്രാമാറ്റിക് പ്ലാറ്റ്ഫോം ടെക്നോളജിയിലൂടെ ആ ആഡ് ഇൻവെന്ററിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് DSP എന്ന് പറയുന്നത്, അഥവാ ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. ഡിമാൻഡ് സൈഡ് നമുക്കാണ് ഡിമാൻഡ് അല്ലെ, ആഡ് കാണിക്കാനുള്ള ഡിമാൻഡ് നമുക്കാണ് ഉള്ളത്. ഓക്കെ, ആഡ് സെല് ചെയ്യുന്നവരാണ് സെല്ലേഴ്സ്. സെൽ സൈഡ് പ്ലാറ്റ്ഫോമിനെയാണ് SSP എന്ന് പറയാം. ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനാണ് DSP എന്ന് പറയാം. ഓക്കെ, പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്. അപ്പൊ നമ്മളൊരു ബാക്കി പറഞ്ഞുതരാം. അപ്പൊ ബയർ സൈഡിലോട്ട് വരുമ്പോൾ ഒരു അഡ്വർടൈസർ ആഡ് ഒരു ഇൻഹൗസ് ടീമുണ്ട്, അല്ലെങ്കിൽ ഒരു മീഡിയ ബൈങ് ടീമുണ്ട്. അപ്പൊ അവർ ഡയറക്റ്റ് ഈ ഒരു DSP, ഫോർ എക്സാമ്പിൾ ഒരു ഗൂഗിൾ TV360 ഒരു പ്ലാറ്റ്ഫോം DSP ആണ് ഗൂഗിളിന്റെ. ഓക്കെ, ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ ഗൂഗിൾ നേരത്തെ ഞാൻ പറഞ്ഞ ഗൂഗിൾ ആഡ്സ് ആട്ടോ. ഓക്കെ, നേരത്തെ ഗൂഗിൾ ആഡ്സ് പ്രോഗ്രാമാറ്റിക്കൽ ഗൂഗിൾ DV360 പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അൺടച്ച്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഗൂഗിൾ അവിടെ പൈസ കൊടുത്തിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ഇൻവെന്ററീസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവർക്ക് രണ്ട് രീതി, ഇപ്പൊ ആഡ് നെറ്റ്വർക്ക് വഴി നമുക്ക് DSPയിലോട്ട് കയറാം. ഓക്കെ, ആഡ് സെർവർ വഴി നമുക്ക് DSPയിലോട്ട് കയറാം. അത് പല ടെക്നോളജിയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയായാലും നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോം ഈ DSP പ്ലാറ്റ്ഫോം ആയിരിക്കും. അഡ്വർടൈസേഴ്സ് യൂസ് ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോം ഈ DSP പ്ലാറ്റ്ഫോം ആയിരിക്കും. അപ്പുറത്ത് ഓഡിയൻസ് ആരുടെ കയ്യിലാണ്? ഈ പബ്ലിഷേഴ്സിന്റെ കയ്യിലാണ് അല്ലേ? പബ്ലിഷേഴ്സിന്റെ കയ്യിലാണ് ഓഡിയൻസ് ഉള്ളത്. നമുക്ക് ആഡ് കാണിക്കേണ്ട ഓഡിയൻസ് പബ്ലിഷേഴ്സിന്റെ കയ്യിലാണ്. അപ്പൊ ഈ പബ്ലിഷേഴ്സിന്റെ കയ്യിൽ ഓഡിയൻസ് ഉണ്ട്, അവർക്ക് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലോട്ട് ആഡ് കാണിക്കുകയാണെങ്കിൽ എത്രയാണ് രൂപ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതിന്റെ ഓപ്ഷൻസ് നടക്കുന്നതും അതിന്റെ കാര്യങ്ങൾ എക്സ്ചേഞ്ചിലോട്ട് അറിയിക്കുന്നതുമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് SSP പ്ലാറ്റ്ഫോം, ഒരു ഡാറ്റ ബ്രോക്കർ പോലെ. ഓക്കെ, അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? SSP പ്ലാറ്റ്ഫോം എന്നുള്ളത്. ഓക്കെ, സോ അതിന്റെ ഇടയിൽ ഡാറ്റയെ മാക്സിമം ലെവലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ഡാറ്റയെ സെഗ്മെന്റ് ചെയ്ത് അതിനെ പേഴ്സണലൈസ്ഡ് ആഡ്സ് കാണിക്കാനും റീടാർഗറ്റിംഗ് ആഡ്സ് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡാറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, DMP എന്ന് പറയും. ഓക്കെ, സോ ഈ DMP പ്ലാറ്റ്ഫോം ഒരുപാട് സ്ഥലത്ത് നിന്ന് തേർഡ് പാർട്ടി ഡാറ്റ കളക്ട് ചെയ്യും, ഓഫ്ലൈൻ ഡാറ്റ കളക്ട് ചെയ്യും, സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾ പരിശോധിക്കും, വെബ് ബ്രൗസിംഗ് ഹാബിറ്റ്സ് പരിശോധിക്കുന്നുണ്ട്, ആളുകളുടെ മൊബൈൽ ആക്ടിവിറ്റികൾ പഠിക്കുന്നുണ്ട്, ഇമെയിൽ എൻഗേജ്മെന്റ് നോക്കുന്നുണ്ട്, ഓരോ ആപ്പിലുള്ള എൻഗേജ്മെന്റ് പഠിക്കുക. ഇങ്ങനെ ലോകത്ത് ഒരുപാട് രീതിയിലുള്ള ഡാറ്റയെ മൊത്തത്തിൽ കളക്ട് ചെയ്ത് അതിനെ പഠിച്ച് നേരത്തെ പറഞ്ഞ പോലെയുള്ള മെഷീൻ ലേണിംഗ് ഉണ്ടല്ലോ, ഈ മെഷീൻ ലേണിംഗ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഡാറ്റയെ മൊത്തം ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള ടാഗുകളൊക്കെ വെച്ച് റിപ്പോർട്ട്സ് ഉണ്ടാക്കി അവരെ തരംതിരിച്ച് മാർക്കറ്റിൽ ഡേറ്റ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ആണ് എന്ത് DMP പ്ലാറ്റ്ഫോം. മനസ്സിലായോ? സോ അതാണ് DMP പ്ലാറ്റ്ഫോം. പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് കസ്റ്റമർ ഡാറ്റ പ്ലാറ്റ്ഫോം. കസ്റ്റമർ ഡാറ്റ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDP പ്ലാറ്റ്ഫോം എന്ന് പറയും, അഥവാ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ ഫസ്റ്റ് പാർട്ടി ഡാറ്റയെ മാനേജ് ചെയ്യാൻ. DMP എന്ന തേർഡ് പാർട്ടി ഡാറ്റ. ഓക്കെ, നമ്മുടെ ഡാറ്റ അല്ല, തേർഡ് പാർട്ടി ഡാറ്റ. ഫസ്റ്റ് പാർട്ടി ഡാറ്റ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ആയതുകൊണ്ടാണ് അധികം സ്ലൈഡ് വെക്കാത്തത് കേട്ടോ. ഫസ്റ്റ് പാർട്ടി ഡാറ്റ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ സ്വന്തം ഡാറ്റ, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ, നമ്മളെ ഓഡിയൻസ് നമുക്ക് തന്ന ഡാറ്റ, നമ്മുടെ വെബ്സൈറ്റിലൂടെ ആപ്പിലൂടെ കളക്ട് ചെയ്ത ഡാറ്റ. ഈ ഡാറ്റയെ നർച്ചർ ചെയ്യാനും അതിൽ സെഗ്മെന്റേഷൻ നടത്താനും അതിൽ ക്ലൻസിങ് നടത്താനും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് CDP, കസ്റ്റമർ ഡാറ്റ പ്ലാറ്റ്ഫോം. കസ്റ്റമറിന്റെ ഡാറ്റയെ മാക്സിമം പഠിച്ച് അതിനെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കസ്റ്റമർ ഡാറ്റ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഒരു CDP പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഡാറ്റ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. മനസ്സിലായി? പ്രൊഫൈൽസ്, റിയൽ ടൈം ഇന്ററാക്ഷൻസ്, നമ്മൾ എപ്പോഴാണ് ഈ സമയത്ത് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്യാമ്പയിൻസ്, എന്തൊക്കെ തരം ക്യാമ്പയിൻസ് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് ക്യാമ്പയിനിലൂടെ വന്ന ക്ലയൻസ് ആണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണ് ഇവർ, ഏതൊക്കെ പ്രോഡക്റ്റ് ഇവർ വാങ്ങിയിട്ടുണ്ട്, ഏതൊക്കെ സപ്പോർട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, എന്ത് ഫോണാണ് ഉപയോഗിക്കുന്നത് തുടങ്ങി എല്ലാ ഡേറ്റയും ഒരു CDP പ്ലാറ്റ്ഫോമിന് നമ്മുടെ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തിട്ട് അവരുടെ ഒമ്നി ചാനൽ പ്രസൻസ്, അതുപോലെ തന്നെ അവരുടെ ഡിവൈസ് ID, അതിൻ്റെ ഒരു ഇവല്യൂഷൻ, അതുപോലെ തന്നെ സെഗ്മെന്റേഷൻ, പ്രഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവര് ഈ ആഴ്ചയിൽ ഏത് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ പഠിച്ച് അതിനാവശ്യമായിട്ടുള്ള ചാനൽസിലോട്ട് അതിനെ
കണക്ട് ചെയ്ത് വിടുന്ന പ്ലാറ്റ്ഫോമാണ് ശരിക്കും CDP പ്ലാറ്റ്ഫോം. മനസ്സിലായി? സോ മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ റീടാർഗറ്റിംഗ് ആഡ്സിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് CDP. DMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീടാർഗറ്റിങ്ങിനേക്കാൾ കൂടുതൽ നമുക്കൊരു പുതിയ ഓഡിയൻസിലോട്ട്, ഒരു പുതിയ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഓഡിയൻസിലോട്ട് തേർഡ് പാർട്ടി ഡാറ്റയിൽ മാക്സിമം കോസ്റ്റ് കുറച്ചിട്ട് മാക്സിമം ശരിയാ, ഞാൻ നേരത്തെ പറഞ്ഞു, റൈറ്റ് ഓഡിയൻസ് അറ്റ് ദ റൈറ്റ് ടൈം, അവരെ റൈറ്റ് ടൈമിൽ ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് DMP പ്ലാറ്റ്ഫോം. തേർഡ് പാർട്ടി ഡാറ്റയുടെ ഒരു സമുദ്രമാണ്. അവിടുന്ന് നമ്മൾ നമ്മുടെ DSP പ്ലാറ്റ്ഫോം വഴി, ഞാൻ നേരത്തെ പറഞ്ഞ DMAN സൈഡ് പ്ലാറ്റ്ഫോം വഴി നമ്മൾ കണക്ട് ചെയ്ത് നമ്മളെ ആഡ് കാണിക്കേണ്ട ആളുകളെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഡാറ്റാ ബാങ്ക് ആണ് കിട്ടുന്നത്. ആ ഡാറ്റാ ബാങ്കിലേക്ക് നമ്മൾ ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന DMP. ഇത് റീടാർഗറ്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് CDP പ്ലാറ്റ്ഫോം. ഓക്കെ. സോ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിൽ എങ്ങനെയാണ് ഒരു ബിഡിങ് നടക്കുന്നത്? ശ്രദ്ധിക്കണം കേട്ടോ, ഇത് നല്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ. സോ ഒരു വെബ്സൈറ്റിന് ഒരു ആഡ് സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ നീല കളറിലുള്ളതാണ് ആഡ് സ്പേസ്. ഇവിടെയാണ് ആഡ് കാണിക്കാൻ പറ്റും. ഓക്കെ, അവർ ഈ ഡാറ്റ SSBയിലോട്ടോ അല്ലെങ്കിൽ ആഡ് എക്സ്ചേഞ്ചിലേക്കോ ലൈവായിട്ടോ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഈ വെബ്സൈറ്റിൽ എത്ര ആളുകൾ ഒരു ദിവസം വിസിറ്റിങ്ങിന് വരുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്, എത്രയാണ് അവരുടെ CTR, എത്രയാണ് അവരുടെ ക്ലിക്ക് ത്രൂ റേറ്റ്, എത്രയാണ് അവരുടെ ഇംപ്രഷൻ റേറ്റ് തുടങ്ങിയ ഡാറ്റ ഒക്കെ ഇതിന്റെ കൂടെ പോകും. ഓക്കെ, ഈ ആഡ് എക്സ്ചേഞ്ചിൽ ഈ സാധനം എത്തിക്കഴിഞ്ഞാൽ ഈ ആഡ് എക്സ്ചേഞ്ചിനടുത്ത് ഡാറ്റ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബിഡിങ് നടക്കുകയാണ്. ഈ ബിഡിങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്? റിയൽ ടൈം ബിഡിങ്. റിയൽ ടൈം ബിഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ഡാറ്റയെ കുറിച്ചല്ല, ഇന്ന് ഈ മണിക്കൂറിൽ, ഈ മിനിറ്റിൽ, ഈ സെക്കൻഡിൽ വെബ്സൈറ്റിൽ എത്ര ആളുകളുണ്ട്, എത്ര ആഡ് ഇൻവെന്ററി ഫ്രീ ഉണ്ട്, അതിന്റെ ക്ലിക്ക് ത്രൂ റേറ്റ് എത്രയാണ്, അതിന്റെ ഇംപ്രഷൻ എത്രയാണ് എന്നുള്ളതിന്റെ ഒരു ബിഡിങ് റേറ്റ് ഇവരുടെ കയ്യിലാണ്. നേരെ അഡ്വർടൈസർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു യൂസർ ഉണ്ട്, ഈ യൂസർ വന്ന് നമുക്കൊരു അഡ്വർടൈസേഴ്സ് ആണ് നമ്മൾ. അപ്പൊ അഡ്വർടൈസേഴ്സ് ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബിഡിങ്ങിൽ പങ്കെടുക്കുന്നു. അങ്ങനെയാണ് ഈ ബിഡിങ് നടക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിഡിങ് നടക്കുന്നത്, ശരിക്കും പറയാൻ ശ്രദ്ധിക്കാം കേട്ടോ, ഒരു ബിഡിങ് നടക്കുന്നത് ഒരു സെക്കൻഡിനെ 100 ഭാഗങ്ങളായിട്ട് കഷ്ണിച്ച് കഴിഞ്ഞാൽ, അഥവാ മില്ലി സെക്കൻഡ്സ് നമ്മൾ പറയും അല്ലെ, ഈ മില്ലി സെക്കൻഡ്സിന്റെ ഉള്ളിലാണ് ഈ നമ്മൾ ഒരു ആഡ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ ആഡ് റണ്ണായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പുറത്ത് ഇൻവെന്ററി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ആഡ് കാണിക്കാൻ നമ്മൾ ഉദ്ദേശിച്ച ബിഡ് പ്രൈസിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ നമ്മുടെ ആഡ് കാണിക്കാൻ നമ്മളൊരു $1 കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? സോ നമ്മളൊരു ആഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ഇൻവെന്ററി അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഉടനെ അവിടെ ഓപ്ഷൻ നടക്കുന്നു. ഓൺ ദ സ്പോട്ടിൽ ഏത് കാറ്റഗറിയുള്ള ഓഡിയൻസ് ആണ് ആ പ്ലാറ്റ്ഫോമിനുള്ളത് നോക്കുന്നു. ആ ഓഡിയൻസ് നമ്മൾ ആഡ് കാണിക്കാൻ കൊടുത്തിട്ടുള്ള ടാർഗറ്റിംഗ് മാച്ച് ആണോ നോക്കുന്നു. അത് എത്രത്തോളം മാച്ചിങ് ആണ്, അത്രത്തോളം മാച്ച് ആക്കി കൊടുത്തിട്ട് അവിടെ ഒരു ബിഡിങ് നടക്കുന്നു, സാധനം ആഡ് കാണിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു ബിഡിങ് ടെക്നോളജി. ലാസ്റ്റിലേക്ക് കുറച്ചും കൂടി സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും കളി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ചെറുത് നമുക്ക് തീർത്ത് പോകാം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ഇത്രയും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് പ്രോഗ്രാമാറ്റിക് ഓപ്ഷൻ ടൈപ്പ് ആണ്. പല രീതിയിലുള്ള ഓപ്ഷൻസ് പ്രോഗ്രാമാറ്റിക്കിൽ നടക്കുന്നുണ്ട്. അതിൽ ഓപ്ഷൻസ് എന്ന് പറയല്ലേ, നമുക്കറിയാലോ ഓപ്ഷൻസ്, പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ആണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കേട്ടോ. ഈ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓപ്പൺ എക്സ്ചേഞ്ച്. എന്താണ് ഓപ്പൺ എക്സ്ചേഞ്ച്? ഈ ഓപ്പൺ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് പബ്ലിഷേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് പബ്ലിഷേഴ്സ് ഉണ്ടാവും, ഒരുപാട് ബയേഴ്സ് ഉണ്ടാവും. മനസ്സിലായോ? എല്ലാ ബയേഴ്സിനും ഈ ഓപ്പൺ എക്സ്ചേഞ്ചിൽ പങ്കെടുക്കാം, ഈ ബിഡിൽ പങ്കെടുക്കാം. അവിടെ ഓപ്പൺ ആയിട്ട് ആർക്കും വന്ന് ഒരു പ്രൈസ് ബിഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ടൈപ്പാണ് എന്ത്, ഓപ്പൺ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പല ടെക്നോളജി ഓപ്ഷൻ, ഫസ്റ്റ് പ്രൈസ് ടെക്നോളജി, സെക്കൻഡ് പ്രൈസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി നമ്മൾ പറയാം. ഇതിനെയാണ് ഓപ്പൺ എക്സ്ചേഞ്ച് എന്ന് പറയും. പ്രൈവറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പബ്ലിഷേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഓപ്ഷൻസ് നടക്കും. പക്ഷെ ആ ഓപ്ഷൻസ് നടക്കുന്ന ഒരു ഫ്ലോർ പ്രൈസിലായിരിക്കും, ഫോർ സെലക്ടഡ് ബയേഴ്സ്. അവിടെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല.
സെലക്ടഡ് ബയേഴ്സ്, ഒരു ടീമിന്റെ അടുത്ത് ഒരു നിശ്ചിത ഇൻവെന്ററി ഉണ്ട്. ഓക്കെ, ഒരു മൾട്ടിപ്പിൾ ഒരു 100 അല്ലെങ്കിൽ ഒരു 150 വെബ്സൈറ്റ് കൂടിയതാണ് അവരുടെ ഒരു ഇൻവെന്ററി കൂട്ടി. ഓക്കെ, അവിടെ നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ പാക്കേജ് അവരുടെ കയ്യിലുണ്ട്. ആ പാക്കേജ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് എന്ത്, പ്രൈവറ്റ് ഓപ്ഷൻസ്. മനസ്സിലായോ? പ്രൈവറ്റ് ഓപ്ഷൻസിൽ പ്രൈവറ്റ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നതിന്, ഇതിൽ മാർക്കറ്റ് പ്ലേസ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഫുട്ബോളിന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് മാത്രം ഒരു പാക്കേജുകൾ സെല് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫുഡിന്റെ ആഡ് കാണിക്കാൻ ഫുഡിന്റെ ആഡ് ഇൻവെന്ററി ഓഡിയൻസ് മാത്രമുള്ള ഇൻവെന്ററി നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ എന്താണ് നമ്മുടെ താല്പര്യം, എന്താണ് നമ്മുടെ ഇൻഡസ്ട്രി, അതിനനുസരിച്ചുള്ള ഓഡിയൻസിനെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, മീഡിയ ബൈയിങ് എന്ന് പറഞ്ഞതാണ് പർച്ചേസ് ചെയ്യണം. ആ പർച്ചേസ് ചെയ്ത ഓഡിയൻസിലോട്ട് നമുക്ക് ആഡ് കാണിക്കണമെങ്കിൽ ഒരു ഇംപ്രഷന് എത്ര കൊടുക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇംപ്രഷൻ ബേസിലാണ് അതിന്റെ ഓപ്ഷൻസ് നടക്കുന്നത്. ഓക്കെ, ആ ഓപ്ഷൻസ് നടക്കുന്ന ഒരു പ്രൈവറ്റ് മാർക്കറ്റ് പ്ലേസിൽ ഓപ്ഷൻ നടക്കുന്നതിന് പ്രൈവറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രിഫേർഡ് ഡീൽ, മൂന്നാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ പ്രിഫേർഡ് ഡീലാണ്. പ്രിഫേർഡ് ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിൽ ഒരു പബ്ലിഷർ ഒരു ബയറോട് ഡയറക്റ്റ് നടക്കുന്ന ഡീൽ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ആഡ് കാണിക്കാം, പക്ഷെ എൻ്റെ ആഡ് ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള പത്രത്തിന്റെ വെബ്സൈറ്റിൽ മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഡയറക്റ്റ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമാറ്റിക് ടെക്നോളജി ആയിട്ട് കണക്ട് ചെയ്യുന്നു. അവരുടെ പ്രൈസ് അത്രയും നോക്കുന്നു. ഞാൻ പറയും ഇത്ര ദിവസം ഇത്ര ഫ്രീക്വൻസിയിൽ ഇത്ര ഇംപ്രഷൻസ് എനിക്ക് വേണം. മനസ്സിലായി? ഇത്ര ഇംപ്രഷൻസ്, മില്യൺസ് ഇംപ്രഷൻസ് എനിക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണം. അപ്പൊ അവർ അതിനൊരു പ്രൈസ് പറയും. ഓക്കെ, ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ആഡ് കാണിക്കുകയാണെങ്കിൽ ഇത്രയാണ്. ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്ത്, ഇപ്പൊ പബ്ജി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ജിയുടെ ഗെയിമിന്റെ ഉള്ളിൽ നമുക്ക് ആഡ് കാണിക്കാം. ലാസ്റ്റ് നമ്മൾ സ്ലൈഡിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ പബ്ജി നമുക്കൊരു പ്രിഫേർഡ് ഡീൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം, അത് എടുക്കാം. മനസ്സിലായോ? അതുപോലെ തന്നെ പ്രോഗ്രാമാറ്റിക് ഗ്യാരണ്ടീഡ്, ഇതും പ്രിഫേർഡ് ഡീലിനാണ് പോലെ തന്നെയാണ്. പക്ഷെ ഒരു പ്രോഗ്രാമാറ്റിക് ഗ്യാരണ്ടീഡ് പറഞ്ഞാൽ പ്രിഫേർഡ് ഡീലിൽ അവർ പറയും ഓക്കെ ഇത് എടുത്തോ, പക്ഷെ ഇത്ര മില്യൺസ് ഓഫ് ഇംപ്രഷൻസ് ഉണ്ടാകും. ആ ഇംപ്രഷൻസ് എല്ലാവരും നിങ്ങൾ ആഡ് കണ്ടോളണമെന്നൊന്നുമില്ല. കാരണം ആഡ് നിൽക്കുന്നത് പല പല രീതിയിലായിരിക്കും. ഇപ്പൊ എബോ ദ ഫോൾഡ് അല്ലെ, തുറക്കുന്ന ബാനറിന്റെ ആദ്യത്തെ ഏരിയയാണ് എബോ ദ ഫോൾഡ് എന്നൊരു വെബ്സൈറ്റ് കാണുമ്പോൾ. ബിലോ ദ ഫോൾഡ് എന്ന് പറയുമ്പോൾ വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്ത് താഴെ എത്തുമ്പോഴുള്ള ഏരിയയാണ് ബിലോ ദ ഫോൾഡ്. ബിലോ ദ ഫോൾഡിലായിരിക്കാം നിങ്ങൾ ആഡ് കാണുന്നത്, ചിലപ്പോൾ എബോ ദ ഫോൾഡിലായിരിക്കാം. എത്ര ആളുകൾ നിങ്ങൾ ആഡ് കാണും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നിങ്ങൾക്ക് ആഡ് ഇത്ര ഇംപ്രഷൻസ് നിങ്ങൾക്ക് അതിൽ കിട്ടും എന്നുള്ളതാണ് പ്രിഫേർഡ് ഡീൽ പറയുന്നത്. എന്നാൽ പ്രോഗ്രാമാറ്റിക് ഗ്യാരണ്ടീഡിൽ പറയുന്നത് പബ്ലിഷർ ടു അഡ്വർടൈസർ തന്നെയാണ്. അവിടെ ഒരു ഫിക്സ്ഡ് പ്രൈസ് ഡീൽ നമുക്ക് ഉണ്ടാവും, പക്ഷെ അത് ഗ്യാരണ്ടീഡ് ആയിരിക്കും. അവരിപ്പോ നമുക്ക് പറയാൻ പറ്റും നമുക്ക് എബവ് ദ ഫോൾഡിൽ തന്നെ ആഡ് കാണിക്കും. അപ്പൊ അവരെടുത്ത് പാക്കേജ് ഉണ്ട് എബവ് ദ ഫോൾഡിൽ മാത്രം ആഡ് കാണിക്കാനുള്ള. അപ്പൊ നമ്മൾ അത് വാങ്ങിക്കുന്നു, അവിടെ നമ്മൾ ആഡ് കാണിക്കുന്നു. എടുത്താണ്ട് ഇതെങ്ങനെ ഒരു 4 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഈ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ഫീൽഡിൽ നടക്കുന്ന ഒരു മീഡിയ ബൈയിങ് ആണ്. അത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മീഡിയ ബൈയിങ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ള ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു യൂസർ ഒരു വെബ്സൈറ്റ് ഒരു മൊബൈലിൽ വിസിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു മില്ലി സെക്കൻഡ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം കേട്ടോ, മില്ലി സെക്കൻഡ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, ഒരു സെക്കൻഡ് മില്ലി സെക്കൻഡ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഭയങ്കര നഷ്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഒരു കസ്റ്റമർ, ഒരു വിസിറ്റർ ഒരു വെബ്സൈറ്റിൽ മൊബൈൽ ആപ്പിൽ വിസിറ്റ് ചെയ്യുന്നു. ദ ഓണർ ഓഫ് ദി ആഡ് പ്ലേസ്മെന്റ് റെക്കഗ്നൈസ് എ വിസിറ്റർ and offers it as an impression available for auction via SSP. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ SSP പ്ലാറ്റ്ഫോമിലോട്ട് ഉടനെ മെസ്സേജ് പോകുന്നു, ഒരു വിസിറ്റർ വന്നിട്ടുണ്ട്. ആ വിസിറ്റർ വരാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന ആ സ്പോട്ട് മുതൽ ആ വെബ്സൈറ്റ് തുറന്നു വരുന്നതിന്റെ ഉള്ളിൽ 1 സെക്കൻഡ് ആണെങ്കിൽ ആ 1 സെക്കൻഡിന്റെ മൈക്രോ മില്ലി ലെവലിൽ നടക്കുന്ന ഒരു പ്രോസസ്സായിട്ടായി പറയുന്നത്, ചില്ലറ കളിയല്ല. ഓക്കെ, സോ അപ്പൊ തന്നെ മെസ്സേജ് പോകുന്നു, ഒരു വിസിറ്റർ വരുന്നുണ്ട്, ആ വിസിറ്റർ ഇന്ന കാറ്റഗറിയുള്ള ആളാണ്. അപ്പോഴേക്കും നമ്മൾ കുക്കി എല്ലാം റീഡ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ എല്ലാ ഡാറ്റ റീഡ് ചെയ്തിട്ടുണ്ടാവും. ഓടുന്നു, നേരെ പോയി പറയുന്നു SSP, നേരെ അത് ആഡ് എക്സ്ചേഞ്ചിലോട്ട് വിടുന്നു. ഓക്കെ, ഇവിടെ അവൈലബിൾ ഉണ്ട്, ഇന്ന ആളാണ് വരുന്നു. അപ്പോഴേക്ക് ഹയസ്റ്റ് ബിഡ് വിത്തിന്റെ ആഡ്. അപ്പോൾ നമ്മൾ
ആ മാർക്കറ്റിലോട്ട് ഓപ്ഷൻ വെക്കാം. ലേലം വിളി എന്നല്ലേ ഓപ്ഷൻ. നമ്മുടെ ഓപ്ഷനിലോട്ട് സാധനം വെക്കുന്നതോട് കൂടി ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ ആഡിന്റെ ഇൻവെന്ററി ഓപ്ഷനിലോട്ട് എത്തുന്നതോട് കൂടി നമ്മളും നമ്മളെപ്പോലെയുള്ള ഒരുപാട് അഡ്വർടൈസ് അവിടെ ഓപ്ഷനിൽ വന്ന് നിൽക്കുന്നുണ്ടാകും അവരുടെ പ്രൈസും കൊണ്ട്. സോ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആരാണോ പറഞ്ഞത് അവരായിരിക്കും ആ ഓപ്ഷൻ വിൻ ചെയ്യുക. ഇപ്പൊ ഞാൻ കൊടുത്തത് $1, എന്റെ കൂടെ ഉള്ളവർ $1.1 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1.1 ആ ഇൻവെന്ററി കിട്ടുക, എനിക്ക് കിട്ടൂല. മനസ്സിലായോ? സോ അങ്ങനെ അവിടെ ബിഡിങ് നടക്കുന്നു, അത് അപ്രൂവ് ആകുന്നു, നമ്മുടെ ക്രിയേറ്റീവിന്റെ സെർവറിലോട്ട് ടാഗുകൾ പോകുന്നു, അവിടുന്ന് നമ്മുടെ ക്രിയേറ്റീവ് പുൾ ചെയ്യുന്നു, എടുക്കുന്നു, നമ്മുടെ പോസ്റ്റേഴ്സോ ബാനറോ എന്താ വെച്ചാൽ എടുക്കുന്നു, നേരെ കൊണ്ടിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ആ വെബ്സൈറ്റ് ലോഡ് ആകുന്നതിന്റെ മുന്നേ ഇത്രയും മൈക്രോ സെക്കൻഡിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്, ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഹൗ ഡീപ്പ് ഇറ്റ് ഇസ്, എന്തെങ്കിലും ഒരു അഭിപ്രായം? ഇങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പൊ ഫേസ്ബുക്കിലും നടക്കുന്നുണ്ട്, ഇതും നടക്കുന്നുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ ഇതൊക്കെ പറഞ്ഞാൽ വേൾഡ് ഗാർഡൻ ആണ്. ഈ പ്രോഗ്രാമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഇതെന്താണ്, നല്ല ഡീപ്പ് ആൻഡ് ഡൈവ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ആ ഓഡിയൻസ് എന്ത് ഇൻട്രസ്റ്റ്, എത്ര പെർസെൻറ്റേജ് അഫിനിറ്റി ആണ്, എത്ര പെർസെൻറ്റേജ് ഇൻ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഓഡിയൻസ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിലാക്കുക? അപ്പൊ ഈ പ്രോഗ്രാമാറ്റിക്കലി ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ചാനൽസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. സോ ചാനൽസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചാനൽസ് നേറ്റീവ് അഡ്വർടൈസിങ് നിങ്ങൾക്ക് അറിയായിരിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ ഡിസ്പ്ലേ ആഡ്സ്, മൂന്നാമത്തെ വീഡിയോ ആഡ്സ്, നാലാമത്തെ CTV ആഡ്സ്, കണക്റ്റഡ് TV ആഡ്സ്, ഓക്കെ, സ്മാർട്ട് TV, അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോംസ്, ഇങ്ങനെയുള്ള സംഭവം ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ ഓഡിയോ ആഡ്സ്. ഇപ്പോൾ നമുക്ക് ഷോപ്പിഫൈയിൽ ആഡ് കാണിക്കണം കൂട്ടി, അല്ലെങ്കിൽ ഓഡിയോ, ഇപ്പോൾ നമ്മുടെ ഒരു FM ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് റീഡിങ് ഓഡിയോ ബുക്സ് ഒക്കെ കേൾക്കുന്ന പ്ലാറ്റ്ഫോം, അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ. അതുപോലെ തന്നെ ഇൻ ഗെയിമിന്റെ ഉള്ളിൽ നമ്മൾ ഇപ്പൊ കളിക്കുന്ന PUBG, പിന്നെ ഫ്രീ ഫയർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്, അതല്ലാത്ത ഗെയിമുകളുണ്ട്. ആ ഗെയിമിന്റെ ഒക്കെ ഉള്ളിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു ബിൽ ബോർഡൊക്കെ കാണാം. അപ്പൊ ആ ബിൽ ബോർഡിൽ നമ്മുടെ ആഡ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് ഇൻ ഗെയിം എന്ന് പറയുന്നത്. പിന്നെ DWH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഔട്ട് ഓഫ് ഹോം. നമ്മുടെ വലിയ ബിൽ ബോർഡുകൾ ഡിജിറ്റലി ഹാൻഡിൽ ചെയ്യുന്ന, അതിലെ ആഡ്സ് ഡിജിറ്റലി മാറി വരുന്ന ഇതുണ്ടാകും. അതിനെയാണ് എന്ത് പറയുന്നത്, ഡിജിറ്റൽ ഔട്ട് ഓഫ് ഹോംസ് പറയുന്നത്. അപ്പൊ നേറ്റീവ് ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. അഥവാ നമ്മൾ ഒരു കണ്ടന്റ്, ഒരു യൂസർ ഒരു കണ്ടന്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ കണ്ടന്റിനോട് സാമ്യതയുള്ള കണ്ടന്റിനെ തോന്നിപ്പിക്കുന്ന രീതി, ഇതും ഒരു കണ്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ആഡ് പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ നേറ്റീവ് ആഡ് എന്ന് പറയുന്നത്. ഓക്കെ, നേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നാട് അല്ലെങ്കിൽ നാട്ടുകാരൻ അല്ലേ? അപ്പൊ ഇതും എന്റെ നാട്ടുകാരനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സിമിലിയർ ആഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ സീരിയസ് കണ്ടന്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഏതൊരു പ്ലാറ്റ്ഫോമിൽ കയറി കാണാം, നമ്മളിങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ അതേപോലെ സാധനം വന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആഡ് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആളുകൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് അവർ സീരിയസ് ആയിട്ട് തന്നെ വായിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നേറ്റീവ് ആഡ്. ഓക്കെ, സോ നേറ്റീവ് ആയിട്ട് വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട്, അതിൽ ഡിസ്പ്ലേ ഉണ്ട്, വീഡിയോ ഉണ്ട് നേറ്റീവ് ആഡ്സിന്റെ ഉള്ളിൽ. അപ്പോൾ വീഡിയോ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അവിടെ വീഡിയോ ആയിട്ട് വരും, അല്ല റീഡിങ് എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ റീഡിങ് എക്സ്പീരിയൻസ് വരും. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, ഇതൊക്കെ ഇതിന്റെ ചാനൽസ് ആണ് കേട്ടോ. ഓക്കെ, ഡിസ്പ്ലേ ആഡ്സ്, അതുപോലെ തന്നെ വീഡിയോ ആഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉണ്ടോ ഇവിടെ സൈഡിൽ ഉണ്ടാവും. സോ ഇത് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെബ്സൈറ്റ് വായിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും വീഡിയോ കാണും. ഈ വീഡിയോ മാക്സിമം നമുക്ക് എത്ര പെട്ടെന്ന് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റും, ഒരു 5-6 സെക്കൻഡ് കൊണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അത് തന്നെയാണ്. മനസ്സിലായോ? പിന്നെ കണക്റ്റഡ് TV, നമ്മുടെ വീട്ടിലുള്ള സ്മാർട്ട് TVകളും അതിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും. യൂട്യൂബ് മാത്രം ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും, ചാനൽസ് ഉണ്ടാവും, അതിലൊക്കെ നമുക്ക് ആഡ് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോം, നെറ്റ്ഫ്ലിക്സ്, പ്രൈം, ഡിസ്നി തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് ആഡ് കാണിക്കാനാണ് കണക്റ്റഡ് TV ചാനൽസ് പ്രോഗ്രാമാറ്റിക്കലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മളെ ഓഡിയോ ആഡ്സ്, ഇൻ ഗെയിം ആഡ്. ഈ ആഡിന്റെ ഉള്ളിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ആഡ്, ഗെയിമിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആഡ് കാണിക്കണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം.
അതുപോലെ തന്നെ ഡിജിറ്റൽ ഔട്ട് ഓഫ് ഓഫീസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൗണിലൊക്കെ ഇങ്ങനത്തെ ബോർഡ്. ഈ ബോർഡ് ഡിജിറ്റലി മാറുന്ന ബോർഡാണ്. നമ്മൾ അതിൽ ആഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ഇവിടെ കാണിക്കും, അല്ലാതെ പേപ്പർ കൊണ്ടുപോയി വെക്കുന്നൊന്നല്ല. ഇതിനിവിടെ സെൻസർ, ക്യാമറ ഒക്കെ ഉണ്ടാവും. എത്ര ആളുകൾ ഈ ആഡിലോട്ട് നോക്കി എന്നുള്ള കണക്ക്, അവർ എത്ര സമയം, എത്ര സെക്കൻഡ് ആഡിലേക്ക് നോക്കി നിന്നു തുടങ്ങിയിട്ടുള്ള ഡേറ്റകളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഡിജിറ്റൽ ഔട്ട് ഓഫ് ഫോംസ്. സോ ഞാൻ പറയാൻ പോകുന്നത് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ടെക്നോളജിയേക്കാൾ ഇറ്റ്സ് ഓൾ അബൌട്ട് മീഡിയ സ്ട്രാറ്റജി. നമ്മൾ എന്ത് മീഡിയ സ്ട്രാറ്റജിയിലാണ് നമ്മൾ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ. മനസ്സിലായോ? സോ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് മീഡിയ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ക്യാമ്പയിൻ ഗോൾസ് ആണ് മെയിൻലി ഏതിൽ വരുന്നത്, പ്രോഗ്രാമാറ്റിക്കിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അവയർനെസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പ്രോഗ്രാമാറ്റിക് അവയർനെസ് ആണ്. പിന്നെ നമുക്ക് കൺവേർഷൻ ഉപയോഗിക്കും. ഈ 2 കാര്യങ്ങൾക്ക് നമുക്ക് പ്രോഗ്രാമാറ്റിക് ഉപയോഗിക്കാം. ഓക്കെ, നമ്മളെ ക്രിയേറ്റീവ്സോ നമ്മളെ ടാർഗറ്റിങ്ങും അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ കൺവേർഷൻസിനും, അല്ലാതെ ആണെങ്കിൽ ജനറലി അവയർനെസ്സിനും. ഇപ്പൊ നമുക്കൊരു ഫണൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫണലിൽ വൈഡ് നമ്പർ ഓഫ് ആളുകൾ നമ്മുടെ ടോപ്പ് ഫണലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ റീടാർഗറ്റ് ചെയ്യാൻ വളരെ സുഖമാണ് അല്ലേ? നമ്മുടെ വെബ്സൈറ്റിൽ ആകെ ആയിരക്കണക്കിന് ആളുകളെ വന്നിട്ടുള്ളൂ. നമുക്ക് ടോപ്പില് ആളുകൾ കുറവാണെങ്കിൽ പിന്നെ നമുക്ക് മോഫിലേക്ക് എത്തുമ്പോൾ ആള് വീണ്ടും കുറയും, പിന്നെ കൺവേർഷൻ വീണ്ടും കുറയും അല്ലേ? അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ പ്രോഗ്രാമാറ്റിക് ആഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വൈഡ് നമ്പർ ഓഫ് ആളുകൾക്ക് ബ്രാൻഡിനെ കുറിച്ച് അവയർനെസ് കൊടുക്കും, ഇംപ്രഷൻസ് കൊടുക്കും, ക്ലിക്ക് ചെയ്തവരെ ടാർഗറ്റ് ചെയ്തിട്ട് പിന്നെ പെർഫോമൻസ് മാർക്കറ്റിങ്ങിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഒരു പെർഫോമൻസ് മാർക്കറ്ററായ നിങ്ങൾ പ്രോഗ്രാമാറ്റിക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ എത്ര വലിയ ബ്രാൻഡ് നിങ്ങളെ കയ്യിൽ വന്നാലും, ക്രോർസ് ആൻഡ് ക്രോർസ് മാർക്കറ്റിംഗ് ഫണ്ടുള്ള ക്ലയന്റ് നിങ്ങൾ വന്നാലും നിങ്ങൾ ബേജാറാവില്ല. അതാണ് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നത് ഇത്ര ഫണ്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ഇടാൻ പറ്റും, കൃത്യമായിട്ടുള്ള ഐഡിയ ഇവിടെ കിട്ടും. മനസ്സിലായോ? സോ അതാണ് ക്യാമ്പയിൻ. ഇത് മാർക്കറ്റിംഗ് ഫണൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് പ്രോഗ്രാമാറ്റിക്കിന്റെ മാർക്കറ്റിംഗ് ഫണൽ. ഈ ഫണൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിലല്ല, ഇതിന്റെ മുകളിലും താഴെയായിട്ടാണ് ഫണൽ വർക്ക് ചെയ്യുക. ഓക്കെ, സോ അപ്പർ ഫണലിൽ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഗോൾസ് എന്താണ്? മെയിൻ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് അവയർനെസ്. പ്രധാനപ്പെട്ട KPIs വരുന്നത് എക്സ്പാൻഡ് റീച്ച് എമംഗ് കോർ ഓഡിയൻസ് യൂസിങ് തേർഡ് പാർട്ടി ഓഡിയൻസ് സെഗ്മെന്റ്സ്. മനസ്സിലായോ? നമ്മളെ അറിയാത്ത, നമ്മുടെ ബ്രാൻഡിനെ അറിയാൻ ചാൻസ് ഇല്ലാത്ത തേർഡ് പാർട്ടി ഓഡിയൻസിലോട്ട് നമ്മുടെ ബ്രാൻഡിന്റെ അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ ഒപ്റ്റിമൈസേഷൻ, ഇപ്പൊ നേറ്റീവ് ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ CTR അല്ലെങ്കിൽ CPC ആണ് നമ്മൾ KPI ആയിട്ട് എടുക്കുക. ഡിസ്പ്ലേ ആണെങ്കിൽ CPM ആൻഡ് വ്യൂവബിലിറ്റി ആണ് എടുക്കുക. ഓക്കെ, വീഡിയോ ആണെന്നുണ്ടെങ്കിൽ CTV വീഡിയോ ആണെന്നുണ്ടെങ്കിൽ CPM ആണ് എടുക്കുക. ഓക്കെ, ഓഡിയോ ആണെങ്കിലും CPM റേറ്റിലാണ് എടുക്കുക. അപ്പോൾ ഇവിടെ ഓരോ ചാനലിലും ഇപ്പൊ നേറ്റീവിലാണെങ്കിൽ ഈ നേറ്റീവിൽ പ്രോസ്പെക്റ്റിംഗ് ആണ് ഉപയോഗിക്കുക, വീഡിയോ CTVയിലും പ്രോസ്പെക്റ്റിംഗ് ഉപയോഗിക്കും, ഡിസ്പ്ലേ പ്രോസ്പെക്റ്റിംഗ് ഉപയോഗിക്കും, ഓഡിയോ പ്രോസ്പെക്റ്റിംഗ്. എന്താണ് ഈ പ്രോസ്പെക്റ്റിംഗ്? പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കുന്ന, ഒന്നുമില്ലാത്തടത്തുനിന്ന് ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പർ ഫണലിൽ നമ്മൾ പ്രോസ്പെക്റ്റിംഗ് ആണ് നടത്തുക. പിന്നെ മിഡ് ഫണലിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് റീച്ച് എമംഗ് ദ കോർ ഓഡിയൻസ് യൂസിങ് തേർഡ് പാർട്ടി ഓഡിയൻസ് സെഗ്മെന്റ്സ്. മനസ്സിലായോ? ഇവിടെയും തേർഡ് പാർട്ടി ഓഡിയൻസിൽ തന്നെ നോക്കും, പക്ഷെ ചെറിയ രീതിയിലുള്ള ടാർഗറ്റിങ് ചെയ്യും. അത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കംപ്ലീഷൻ റേറ്റ് ടാർഗറ്റിംഗ് നെഗറ്റീവ്. ഇപ്പോൾ നേറ്റീവ് ആഡ്സ് നമ്മളൊരു വീഡിയോ ആഡ്സ് വിട്ടു, ആ വീഡിയോ ആഡ്സ് ഒരു 10 സെക്കൻഡ്സിന്റെ മേലെ അല്ലെങ്കിൽ 30 സെക്കൻഡ്സിന്റെ മേലെ കണ്ടവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ലുക്കലൈക്കിലേക്കോ മാത്രം ആഡ് കാണിക്കുന്നുള്ള ഒരു ഫണലാണ് മിഡ് ഫണൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതുപോലെ തന്നെ ലോവർ ഫണൽ പിന്നെ ഓൺസൈറ്റ് ആക്ഷനിലേക്ക് വന്നിട്ടുള്ള ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിൽ നിങ്ങളുടെ ക്ലയന്റ് വന്നു, വെബ്സൈറ്റിൽ വന്നു, പിന്നെ ക്ലയന്റിനെ നമുക്ക് വീണ്ടും റീടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ആ ക്ലയന്റ് മെറ്റ പ്ലാറ്റ്ഫോമിൽ വരണം, മെറ്റയിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ വരണം, അല്ലെങ്കിൽ നമുക്ക് ടിക്ടോക്കിന്റെ പ്ലാറ്റ്ഫോമിൽ വരണം, അല്ലെ, അല്ലെങ്കിൽ യൂട്യൂബിൽ വരണം.
ഇവിടൊക്കെ വന്നാലും ആ വന്ന സമയത്ത് ഇവർക്ക് ഈ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ല എന്ന് അറിഞ്ഞാലോ അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആഡ് കാണിക്കാൻ പറ്റുള്ളൂ നോർമൽ രീതിയിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ്. പക്ഷെ പ്രോഗ്രാമാറ്റിക്കല് ഇവര് എവിടെ പോയാലും ഇവരുടെ കൂടെ ഈ ആഡ് ഉണ്ടാകും. ഇവർക്ക് റെലവെന്റ് ആയി തോന്നുന്ന ഏത് സമയത്തും ഈ ആഡ് പ്രത്യക്ഷപ്പെടാം. മനസ്സിലായോ? സോ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇതാണ് ഇതിന്റെ ക്രിയേറ്റീവ് ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞു. സോ ഇതിൽ പ്രോഗ്രാമാറ്റിക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ് ഫ്രെയിംവർക്കാണ്. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു പോവാം. എന്താണ് പ്രോഗ്രാമാറ്റിക്കിന്റെ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ പരിപാടിയാണ്. ഒന്ന് പ്ലാൻ ചെയ്യാം, അത് എക്സിക്യൂട്ട് ചെയ്യാം, അത് അനലൈസ് ചെയ്യാം. ഈ 3 പരിപാടികളെ പ്രോഗ്രാമാറ്റിക്കിലുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് 3ഉം നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ പ്ലാനിങ് സ്റ്റേജിലോട്ട് വരുമ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പർപ്പസ് സെറ്റ് ചെയ്യുന്നു. നമ്മളെ പർപ്പസിന് പറ്റിയിട്ടുള്ള ഓഡിയൻസ് ആരാൻ നോക്കുന്നു. ആ ഓഡിയൻസിനെ സെഗ്മെന്റ് ആയി തിരിക്കുന്നു. എന്നിട്ട് ഈ ഓഡിയൻസിന്റെ ജേർണി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. എവിടെ ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും അവർ ഇംപ്രസ്ഡ് ആവുക, ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവർ ഡിസിഷൻ എടുക്കുക, ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവർ ക്ലിക്ക് ചെയ്യുക, ഇത് നോക്കുന്നു. അതിനനുസരിച്ച് ബജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നു, ഏതൊക്കെ KPIs നോക്കണം എന്ന് അലൈൻ ചെയ്യുന്നു, ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നു, മെഷർമെന്റ് ആട്രിബ്യൂഷൻ എടുത്തിട്ട് പഠിക്കുന്നു. ഇതാണ് ഒരു പ്ലാനിങ് ക്യാമ്പയിനിൽ കിട്ടുന്നത്. പിന്നെ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ബിഡിങ് മോഡൽസ് വെച്ചിട്ട്, ആഡ് ഫോർമാറ്റ് വെച്ചിട്ട്, ടാർഗറ്റിംഗ് ഓപ്ഷൻസ് വെച്ചിട്ട്, ട്രാക്കിംഗ് മെക്കാനിസം വെച്ചിട്ട് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അനലൈസ് ചെയ്തിട്ട് പറയൂ. ഓക്കെ, സോ അത് നമ്മൾ പ്രോപ്പറായ രീതിയിൽ നമ്മൾ അത് അനലൈസ് ചെയ്യും. ഓക്കെ, സോ ഞാൻ പറയാൻ പോകുന്ന സംഭവം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഒരു ഹായ് ഇടോ. അത് ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് നിങ്ങളെ മുമ്പിൽ ഇത് പറഞ്ഞു തീർക്കാനുള്ള ആഗ്രഹം കൊണ്ടാട്ടോ ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ചേൺ ചെയ്ത് ഇങ്ങനെ പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വലിയ ടോപ്പിക് ആയതുകൊണ്ട് എനിക്കത് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞ് നിങ്ങളത് തലയിൽ കയറ്റി കൊണ്ടത്. പിന്നെ നിങ്ങൾ വീഡിയോ രണ്ടാമത് വാച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ പ്രോഗ്രാമാറ്റിക്കിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. 1 റീച്ച്, 2 റെലവൻസി, 3 കൺട്രോൾ. മറ്റുള്ള മാർക്കറ്റിംഗ് ടെക്നോളജിയിൽ നിന്ന് പ്രോഗ്രാമാറ്റിക്കിനെ മാറ്റി നിർത്തുന്ന 3 കാര്യങ്ങൾ. 1 റീച്ച്, വൈഡ് നമ്പർ ഓഫ് റീച്ച് ആണ് പ്രോഗ്രാമാറ്റിക്കിനുള്ളത്. 2ാമത്തെ റെലവൻസ്, എവിടെ എന്ത് എപ്പോൾ കൊടുക്കണം എന്നുള്ളത് പ്രോഗ്രാമാറ്റിക് ടെക്നോളജിക്ക് അറിയാം. മനസ്സിലായി? 3ാമത്തത് കൺട്രോൾ, എവിടെ എപ്പോൾ കൊടുക്കുന്നു അറിഞ്ഞാൽ മാത്രമല്ല അത് കൊടുക്കണോ വേണ്ടേ, എത്ര കണ്ട് കൊടുക്കണം, എത്രമാത്രം കൊടുക്കണം, എത്ര തിരിച്ചെടുക്കണം തുടങ്ങിയിട്ടുള്ള കൺട്രോൾ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിന്റെ മാത്രം പ്രത്യേകതയാണ്. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ പ്രധാന ഒരു കാര്യം. ഇതിനെ പ്രോഗ്രാമാറ്റിക്കിന് സഹായിക്കുന്ന ടെക്നോളജിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡാറ്റാ സയൻസ്. ഡാറ്റാ സയൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു മണിക്കൂറോളം, ഇത് ഈ ഒരു സ്ലൈഡ് തന്നെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് എടുക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. ഓക്കെ, വെബിനാർ മാത്രം, പിന്നെ ഇപ്പൊ കോഴ്സിന്റെ കാര്യം പറയണ്ടല്ലോ. സോ ഈ 3 കാര്യങ്ങൾ കൂട്ടിയിട്ട്, അഥവാ സയന്റിഫിക് മെത്തേഡ്സ്, ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റാ സയൻസ് നിലനിൽക്കുന്നത്, അല്ലെ? സോ ഈ ഡാറ്റാ സയൻസ് ഇവിടെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്രിയേറ്റീവ് ഡിസിഷൻസ്, എന്ത് ക്രിയേറ്റീവ് വേണം എന്നുള്ള ഡിസിഷൻസ് നമുക്ക് മനുഷ്യന്മാർക്ക് എടുക്കാൻ പറ്റുള്ളൂ, അത് മെഷീൻ എടുക്കാൻ പറ്റില്ല, ഒരു പരിധി വരെ പറ്റും. ഓക്കെ, 2ാമത് ഐസൊലേറ്റഡ് ഡിസിഷൻസ്. ഓക്കെ, നമ്മളുമായി ബാധിക്കുന്ന കാര്യങ്ങൾ ഹ്യൂമൻസിന് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഡാറ്റാ ബേസ്ഡ് ഡിസിഷൻസ് ആർക്ക് എടുക്കാൻ പറ്റും? ഡാറ്റാ സയൻസിന് എടുക്കാൻ പറ്റും. റാപ്പിഡ് ഡിസിഷൻസ്, പെട്ടെന്ന് തീരുമാനങ്ങളും, ഒരു മില്യൺസ് ഓഫ് ഡാറ്റ നോക്കിയിട്ട് പെട്ടെന്ന് ഡാറ്റ കൊണ്ടോ തീരുമാനം പറഞ്ഞുണ്ടോ എന്ന് പറയുമ്പോൾ അത് മെഷീൻസിനെ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡിസിഷൻസ് അറ്റ് സ്കെയിൽ, ഓരോ സ്കെയിലിങ്ങിനും വേണ്ടിയിട്ട് ഓരോ സ്കെയിൽ ലെവലിലും ഡിസിഷൻസ് എടുക്കാനും ഡാറ്റാ സയൻസിനാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ഡാറ്റാ സയൻസിലുള്ള നമ്മൾ DSP അഥവാ നമ്മുടെ ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ഡാറ്റാ സയൻസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ക്വിക്കായിട്ട് ഒന്ന് പറഞ്ഞുതരാം. അഥവാ
ഞാൻ നേരത്തെ പറഞ്ഞു മില്യൺസ് ഓഫ് ഓപ്ഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് മില്യൺസ് ഓപ്ഷൻസ് ആണ് ഒരു ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോമിൽ, DSP പ്ലാറ്റ്ഫോമിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഗൂഗിൾ DV360 പ്ലാറ്റ്ഫോമിൽ ഒരു സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയും വൈഡ് നമ്പർ ഓഫ് ഡാറ്റ, thousands of advertisers and campaigns, handle a tremendous amount of data. ഇത്രയും കാര്യങ്ങൾ മില്ലി സെക്കൻഡ്സിൽ നടത്താൻ ഈ പ്ലാറ്റ്ഫോമിനെ സഹായിക്കുന്ന ടെക്നോളജി ഡാറ്റാ സയൻസ് ആണ്. മനസ്സിലായോ? സോ ഇത് കുറച്ച് ഈ സ്ലൈഡ് ഞാൻ വിടുകയാണ്, കാരണം ബിഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡീപ്പായിട്ടുള്ള ഒരു സ്ലൈഡാണ്. പക്ഷെ അത് ഇതിന് സമയം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്ലൈഡ് വിട്ടിട്ട് ടാർഗറ്റിംഗ് പവർ ഓഫ് പ്രോഗ്രാമാറ്റിക്. നിങ്ങൾ പ്രോഗ്രാമാറ്റിക് ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ടാർഗറ്റിംഗ് പവർ നമ്മൾ അറിയണ്ടേ? മനസ്സിലായി? ഇപ്പൊ ഒരു അഡ്വർടൈസർ വരുമ്പോൾ ഈ അഡ്വർടൈസറിന്റെ ഡെമോഗ്രാഫി, ബിഹേവിയറും, കോണ്ടാക്റ്റും, ഡിവൈസും, ജിയോ ഇത് എല്ലാം നോക്കിയിട്ട് ഒരു ടാർഗറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് ആ ഓഡിയൻസിനെ വ്യത്യസ്ത രീതിയിൽ സെഗ്മെന്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു പവർ ആർക്കുണ്ട്? പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്. ഇതിന് സഹായിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ IDs ആണ്. ഒന്ന് കുക്കീസ് ID. പ്രോഗ്രാമാറ്റിക് യൂസ് ചെയ്യുന്ന ട്രാക്കിംഗ് സിസ്റ്റം ആട്ടോ ഞാൻ പറഞ്ഞത്. കുക്കീസ് ID ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഡിവൈസ് ID എടുക്കുന്നുണ്ട്, IP അഡ്രസ് എടുക്കുന്നുണ്ട്, ഐഡന്റിറ്റി IDs എടുക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ. കുക്കീസ് IDയിൽ സ്മോൾ ടെക്സ്റ്റ് ഫയൽസ് ആയിരിക്കും. അത് സ്റ്റോർഡ് ഓൺ യുവർ കമ്പ്യൂട്ടേഴ്സ് ബ്രൗസേഴ്സ് ഡയറക്ടറി പ്രോഗ്രാം ഡേറ്റ സബ് ഫോൾഡേഴ്സ്. മനസ്സിലായോ? അഥവാ ഇത് ബ്രൗസറിൽ മാത്രം സ്റ്റോർ ചെയ്തിരിക്കുന്ന ID ആണ് കുക്കീസ് ID. ഓക്കെ. ഡിവൈസ് ID എന്ന് പറയുമ്പോൾ സ്ട്രിങ്സ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് ആൻഡ് ദാറ്റ് യൂസ്ഡ് ഫോർ ടാർഗറ്റ് യൂസേഴ്സ് മൊബൈൽ ആപ്പ് എൻവയോൺമെന്റ്. മൊബൈൽ ആപ്പ് എൻവയോൺമെന്റിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ട്രാക്കിംഗ് ID ആണ്. മറ്റത് IP അഡ്രസ്, നാലാമത്തത് ഐഡന്റിറ്റി ID. മനസ്സിലായോ? നാലാമത്തത് പ്രോസസ് നമ്പേഴ്സ് ഓഫ് ഐഡന്റിറ്റി ID. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാലാമത്തെ സാധനമാണ് ഐഡന്റിറ്റി ID എന്നുള്ളൊരു സാധനം. പ്രോഗ്രാമാറ്റിക്കിനെ മറ്റുള്ളതിൽ നിന്നും മാറ്റി നിർത്തുന്നതും, എത്ര നിങ്ങൾ കുക്കീസ് ഡിലീറ്റ് ചെയ്താലും, എത്ര നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളെ ആഡ് കാണിക്കാനും പ്രോഗ്രാമാറ്റിക്കിന് പറ്റും. മനസ്സിലായോ? സോ കുക്കീസ് ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയാം. എങ്ങനെയാണ് ഒരു കുക്കി ഒരു സാധനം എടുക്കുന്നത്? ദ കുക്കി ബിലോങ്സ് ടു എ ഡോഗ് ഓണർ ഹു വർക്ക്സ് അറ്റ് ബാങ്ക് ആൻഡ് ഓൺ എ കാർ. ഒരു എക്സാമ്പിൾ ആണ്, ശ്രദ്ധിച്ചോ. ഒരു സ്വന്തമായിട്ട് ഒരു നായുള്ള, ബാങ്കിൽ പണിയെടുക്കുന്ന, സ്വന്തമായിട്ട് ഒരു കാർ ഉള്ള ഒരാൾ, ഓക്കെ, ആ കുക്കീസിന് അത്രേ അറിയുള്ളൂ. അല്ലാതെ ഒരു കുക്കി IDക്ക് ഒരാളുടെ പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒന്നും അറിയില്ല. ഓക്കെ. സോ ദ കുക്കി ബിലോങ്സ് ടു ഡോഗ് ഓണർ. DSP ഇതിൽ എന്താ ചെയ്യുന്നത്? ഓക്കെ. അപ്പൊ DSP ഈ കുക്കീസ് ID എടുക്കും. പക്ഷെ ഇത് മാത്രമല്ല കുക്കീസ് ID എടുക്കുന്നത്. മനസ്സിലായോ? ഈ കുക്കീസ് ID മാത്രം എടുത്തോണ്ട് ഡിവൈസ് IDക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാവിധ ട്രാക്കിങ്ങും എടുത്തിട്ട് ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട്, ആ മനസ്സിലാക്കുന്നതും ആ ഇൻസൈറ്റും കാണിക്കാൻ പോകുന്ന ആഡിനോട് നമ്മൾ മാച്ചിങ് സ്കോർ നോക്കിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഹയർ ബിഡ് വാങ്ങിയിട്ടാണ് നമ്മൾ ആഡ് കാണിക്കുന്നത്. മനസ്സിലായോ? സോ എങ്ങനെയാണ് DSPക്ക് ഈ ഡോഗ് ഓണർ ഈ ആഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്ന് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അതിന് സഹായിക്കുന്ന ടെക്നോളജിയാണ് ഡാറ്റ ഓർക്കസ്ട്രേഷൻ. പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിൽ അതിന് സഹായിക്കുന്ന ടെക്നോളജിയാണ് ഡേറ്റ ഓർക്കസ്ട്രേഷൻ. ഡാറ്റ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DSP പ്ലാറ്റ്ഫോമുകൾ അവരുടെ കയ്യിലുള്ള ഡേറ്റ അല്ലെങ്കിൽ അവർക്ക് DMP എന്ന് കിട്ടുന്ന ഡേറ്റയെ പ്രോപ്പർലി ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡാറ്റ ഓർക്കസ്ട്രേഷൻ. അതിനെ സഹായിക്കുന്നത് ഇപ്പോൾ 3 ഘടകങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് ഡാറ്റ ടൈപ്സ്, നമുക്ക് നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് പാർട്ടി ഡാറ്റ, സെക്കൻഡ് പാർട്ടി ഡാറ്റ. രണ്ടാമത്തെ ഘടകമാണ് ഈ ഡാറ്റ എവിടെ നിന്ന് എടുക്കുന്നു, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 3 ഡാറ്റ പ്രൊഫൈൽസ്, ഓരോ ഡാറ്റയുടെയും പ്രൊഫൈൽസ് എന്താണ്. ഈ 3 ഘടകങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇതിനെ ഡാറ്റ സയൻസുമായി യൂസ് ചെയ്തുകൊണ്ട്, മനസ്സിലായി, ഇതിനെ ഡാറ്റ സയൻസുമായി യൂസ് ചെയ്തുകൊണ്ട് പ്രിസൈസ് ടാർഗറ്റിംഗ്, പ്രിസൈസ് മെസ്സേജിങ് അറ്റ് പ്രിസൈസ് ടൈം, പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് അത് യൂസ് ചെയ്തിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ ടൈപ്സ്, ഫസ്റ്റ് പാർട്ടി ഡാറ്റ, സെക്കൻഡ് പാർട്ടി ഡാറ്റ, തേർഡ് പാർട്ടി ഡാറ്റ, 3 ഡാറ്റ ഉണ്ട്. അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം യു ആർ എ പെർഫോമൻസ് മാർക്കറ്റ്. ഡാറ്റ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ഡാറ്റ സോഴ്സ് പ്രോഗ്രാമാറ്റിക് യൂസ് ചെയ്യും? നിങ്ങൾ ഓഫ്ലൈൻ CRM റെക്കോർഡ്സ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും.
DMP പ്ലാറ്റ്ഫോം എന്ന് വാങ്ങുന്നതാണ്. ഓൺലൈൻ ബിഹേവിയേഴ്സ്, ജിയോ ലൊക്കേഷൻ, നിങ്ങൾ ആ ലൊക്കേഷനിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നിങ്ങൾ ആഡ് കാണിക്കുന്നതിന് മുന്നേ ഒരു പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് എടുക്കുന്ന പ്രിക്വേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ സോഴ്സ് ആണ്. മനസ്സിലായോ? നിങ്ങളൊരു ഓൺലൈനിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിന് വേണ്ടി നിങ്ങൾ ഒരു മൊബൈൽ ഒരു വെബ്സൈറ്റ് തുറക്കുന്ന മില്യൺ സെക്കൻഡ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഓഫ്ലൈൻ റെക്കോർഡ്സിൽ ഉണ്ടോ നോക്കും, നിങ്ങളുടെ ഓൺലൈൻ ബിഹേവിയർ ഇതുവരെയുള്ള എന്താ നോക്കും, നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത് നോക്കും, നിങ്ങളുടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് നടന്നത്, ഏത് കാറ്റഗറിക്കാണ് നടന്നത് നോക്കും, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു ഡാറ്റ സാധനം, ഒരു സർവേ പോലെ ഒരു സാധനം ഡാറ്റ സോഴ്സ് ആക്കിയിട്ട് ഈ DSP പ്ലാറ്റ്ഫോമുകൾ വെച്ചിട്ടുണ്ടാവും. ഈ പ്ലാറ്റ്ഫോമുകൾ ആണ് ആഡ് സെർവിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ മൂന്നാമത്തെ കാര്യം അഥവാ ഡാറ്റ പ്രൊഫൈൽ. എന്താണ് ഡാറ്റ പ്രൊഫൈൽ? ഒരാളുടെ ഡാറ്റ പ്രൊഫൈൽ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൽ മനസ്സിലാക്കുന്ന ഒന്ന്, നമ്മുടെ അഫിനിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്താണ് എന്നുള്ളൊരു ഡാറ്റ ഉണ്ടാവും. രണ്ടാമത്തെ ഡെമോഗ്രാഫിക്സ് എന്താണ്. മൂന്നാമത്തെ ഇൻ മാർക്കറ്റ് ആൻഡ് ഇന്റന്റ്, നമ്മൾ എത്രമാത്രം ഇൻ മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും പർച്ചേസ് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റേജ് ആൻഡ് ഇവന്റ്സ്, നമ്മുടെ ഏത് ലൈഫ് സ്റ്റേജിലാണ്, നമ്മൾ എത്ര വയസ്സായി, നമ്മുടെ ബർത്ത്ഡേ ഈ അടുത്ത് കഴിഞ്ഞോ അതോ വരാൻ പോകുന്നേ ഉള്ളൂ, നമ്മുടെ വെഡിങ് കഴിഞ്ഞോ ഇല്ലേ, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യും. അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ആൻഡ് ഫേമോഗ്രാഫീസ്, എന്ത് ജോലി, എന്ത് കാര്യങ്ങൾ, എന്ത് ബിസിനസ്, ഇതെല്ലാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഇതെല്ലാം കൂട്ടിയിട്ട് ഒരാൾക്ക് പ്രോഗ്രാമാറ്റിക് വേൾഡ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ട്രാക്കിംഗ് ടെക്നോളജി നൽകുന്ന ഐഡിയാണ് ഐഡന്റിറ്റി ID എന്ന് പറയുന്നത്. ഈ ഐഡന്റിറ്റി ID ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ലോകത്ത് ഇനി മാർക്കറ്റിങ്ങിന്റെ ഗതി മാറ്റാൻ പോകുന്നത്. മനസ്സിലായോ? മാർക്കറ്റിങ്ങിൽ എല്ലാ സംഭവങ്ങളും കൂട്ടിയിട്ട് ഒരാൾക്കൊരു ഐഡന്റിറ്റി ID ഉണ്ടാവും. ഈ ഐഡന്റിറ്റി IDന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര തവണ ആഡ് കാണിക്കണം, എപ്പോ ആഡ് കാണിക്കണം, ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആഡ് കാണിക്കണം തുടങ്ങിയിട്ടുള്ള കൃത്യമായ തീരുമാനം എടുക്കാൻ ഈ പ്ലാറ്റ്ഫോം DSP പ്ലാറ്റ്ഫോമുകളെ സഹായിക്കുന്നതാണ്. കാരണം കുക്കീസ് ലെസ് വേൾഡ് ഇനി വരാൻ പോകുന്നത്. അഥവാ കുക്കി ട്രാക്കിങ് ഇപ്പോ ഔട്ടോ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുക്കീസ് ട്രാക്കിംഗ് ഇനി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഫസ്റ്റ് പാർട്ടി ഡാറ്റ യൂസ് ചെയ്തിട്ട് എങ്ങനെ ടാർഗറ്റിംഗ് മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതിലേക്കാണ് ലോകത്തിന്റെ മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് ടെക്നോളജി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി ഡാറ്റ നമ്മൾ സ്വന്തമായിട്ട് ട്രാക്ക് ചെയ്യാം? നമുക്ക് അതിനുള്ള മെഷീൻ ലേണിംഗ് ഇല്ല, നമുക്ക് അതിനുള്ള ഡാറ്റ സയൻസ് ഇല്ല, നമുക്ക് ആ ഫസ്റ്റ് പാർട്ടി ഡാറ്റയുടെ സെഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു പരിധി വരെ നമുക്ക് പോകാം എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. മനസ്സിലായും? ഈ പ്രശ്നം പരിഹരിക്കാനാണ് പ്രോഗ്രാമാറ്റിക് വേൾഡ് വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഇനിയും വളരാനുണ്ട്, ഇനിയും കയറാനുണ്ട്, ഇനിയും കയറാനുണ്ട്. മനസ്സിലായോ? സോ ഇതില് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് ആണ് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമുകൾ അഥവാ ഒമ്നി ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂസർ എവിടെ പോയാലും ആ ഓരോ പ്ലാറ്റ്ഫോമിലും അയാൾ എന്തൊക്കെ കണ്ടന്റ് ആണോ കൺസ്യൂം ചെയ്യുന്നത്, ആ കണ്ടന്റിനോട് ഏറ്റവും മാച്ചായിട്ട്, ആ കണ്ടന്റിന് ഏറ്റവും അയാളുടെ അപ്പോഴത്തെ മാനസിക നില മനസ്സിലാക്കിയിട്ട് ഒരു ആഡ് കാണിക്കാൻ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിന് പറ്റും. മനസ്സിലായോ? അതിന്റെ ഫണലും അതിന്റെ ഒമ്നി ചാനലുമാണ് ഞാൻ ഈ കാണിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഒരു ഫണൽ എന്ന് പറയുമ്പോൾ, നമ്മളൊരു മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫണൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവയർനെസ്, കൺസിഡറേഷൻ, പ്രിഫറൻസ്, കൺവേർഷൻ. പക്ഷെ ഇതിൽ ഓരോ ചാനൽസിനും ഒരു ഫണലുണ്ട്. അതാണ് ഈ കാണുന്നത്. മനസ്സിലായോ? ഓരോ ചാനൽസിനും ഒരു ഫണലുണ്ട്. മൊബൈലിന് ഒരു ഫണലിനാണിത്, സെർച്ച് ആഡ് ഫണലിനാണിത്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നമ്മൾ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഫണൽ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു ടേബിള്? കണ്ടിട്ടുണ്ടോ? യെസ്, പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ, പീരിയോഡിക് ടേബിൾ. പ്രോഗ്രാമാറ്റിക്കിനുണ്ട് ഒരു ടേബിൾ ഇതുപോലെ, ഒരു പീരിയോഡിക് ടേബിൾ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിനുണ്ട്. മനസ്സിലായോ? ആ
ഇതിലിപ്പോ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഇപ്പൊ അയൺസ്, ലോഹങ്ങൾക്ക് വേറെ കാര്യങ്ങൾക്ക് ഓരോരോ കാറ്റഗറീസും ഉണ്ട് അതിൽ പല കളറിലായിട്ട്. അതുപോലെ പ്രോഗ്രാമാറ്റിക്കിനും ഒരുപാട് തലങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഹൗ ഡെപ്ത് ഈസ് ദിസ് ഫീൽഡ്. ഓക്കെ, ഒന്നാമത്തെ ലെവലാണ് അഡ്വർടൈസിങ് ലെവൽ. അഡ്വർടൈസർ ഡാറ്റ ഐഡന്റിറ്റി, സീഡ്സ്, ക്രിയേറ്റീവ് ലൈബ്രറി, റിയാൾസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അഡ്വർടൈസർ ലെവൽ സംഭവങ്ങളാണ്, ആക്സസുകളാണ്. ഓക്കെ, പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിലുള്ള. രണ്ടാമത്തെ കാര്യം ക്യാമ്പയിൻ ലെവൽ കൺട്രോൾസ്. മൂന്നാമത് ആഡ് ഗ്രൂപ്പ് ലെവൽ കൺട്രോൾസ്. നാലാമത്തത് യൂസർ കൺട്രോൾ ലെവൽ. അഞ്ചാമത് ഇൻവെന്ററി ലെവൽ. ആറാമത്തത് അനലറ്റിക്സ് ലെവൽ. ഈ 6 ലെവലിലുള്ള വ്യത്യസ്തമായ കൺട്രോൾസ്, ആക്സസസ് ആണ് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് വേൾഡിൽ സ്പെഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളെ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത് ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോം. ഡിമാൻഡ് സൈഡ് പ്ലാറ്റ്ഫോം ഞാൻ നേരത്തെ പറഞ്ഞു, DSP പ്ലാറ്റ്ഫോം. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിളിന്റെ ഡിസ്പ്ലേ വീഡിയോ 360. നമ്മൾ DV360 എന്ന് പറയും, നേരത്തെ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ഒരു ഡിമാൻഡ് സൈഡ് അല്ല, അതൊരു ക്യാമ്പയിൻ മാനേജർ സബാണ്. ഡിമാൻഡ് സൈഡിന്റെ DV360 തന്നെ സബ് ക്യാമ്പയിൻ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ക്യാമ്പയിൻ മാനേജർ. ഓക്കെ, പിന്നെ അടുത്ത DSP ആണ് ട്രേഡ് ഡെസ്ക്. ട്രേഡ് ഡെസ്ക് ശരിക്കും ഒരു ITD ആണ്. ITD ഇൻഡിപെൻഡന്റ് ട്രേഡ് ഡെസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ DSPയുടെ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. എന്നാലും DSPയിൽ നിന്ന് വ്യത്യസ്തമായ ചില ഗുണങ്ങളും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് DMP പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ള ടീമാണ് ട്രേഡ് ഡെസ്ക് എന്ന് പറയുന്നത്. ഞാൻ ട്രേഡ് ഡെസ്ക് സർട്ടിഫൈഡ് പ്രോഗ്രാമാറ്റിക് മാർക്കറ്ററാണ്, DV360 സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ആമസോൺ DSP. ആമസോൺ DSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിന്റെ ഉള്ളിൽ ആഡ് കാണിക്കാനല്ല, ആമസോണുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആമസോണിന്റെ ഇൻവെന്ററി വേൾഡ്, പ്രോഗ്രാമാറ്റിക് വേൾഡ് ആമസോൺ സ്വന്തമായിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആമസോണിന്റെ പുറത്ത് ആമസോണിന്റെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട്, ആമസോണിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ഈ പ്രൊഡക്റ്റ് അല്ല. ആമസോണിന്റെ സമ്പത്ത് ഈ പ്രൊഡക്റ്റ് ഒന്നുമല്ല, അവരുടെ ലാഭമല്ല, അവരുടെ ഡേറ്റയാണ്. ആളുകൾ എന്ത് പർച്ചേസ് ചെയ്യുന്നു, എപ്പോൾ പർച്ചേസ് ചെയ്യുന്നു, എവിടെ പർച്ചേസ് ചെയ്യുന്നു, ഏത് കാറ്റഗറി പർച്ചേസ് ചെയ്യുന്നു, ഈ ഡേറ്റയാണ് ആമസോണിന്റെ പവർ. ഈ ഡേറ്റയിലോട്ട്, ഈ ഓഡിയൻസിലോട്ട് നമുക്ക് ആഡ്സ് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആലോചിച്ച് നോക്കുക. അതാണ് ആമസോൺ DSP. ഓക്കെ, ആമസോൺ DSP ഈ സർട്ടിഫിക്കേഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്താണ് ചെറിയൊരു DSP ആണ് സ്റ്റാക്ക് അഡാപ്റ്റ്. ഇതും കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു DSP പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, പിന്നെ ചെറിയ ചെറിയ DSP പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പൊ ആഡ്രോള്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആഡ്രോള് ഒരു പെർഫോമൻസ് മാർക്കറ്റർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആഡ്രോൾ. നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിലൊക്കെ പ്രോഗ്രാമാറ്റിക് ആഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ആഡ്രോൾ. അതുപോലത്തെ UAE ഇപ്പോൾ എസ്പെഷ്യലി അറബി ആഡ്സ്. ഓക്കെ, പിന്നെ നേരത്തെ ഋതിവായൊക്കെ പറഞ്ഞ ക്രിട്ടിയോ. ക്രിട്ടിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീടാർഗറ്റിംഗ് പർപ്പസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ക്രിട്ടിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പാർട്ടി ഡാറ്റ നേരത്തെ DMP പ്ലാറ്റ്ഫോമിനെ പോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ഡാറ്റ പ്ലാറ്റ്ഫോമുള്ള DSP ആണ് ക്രിട്ടിയോ എന്നുള്ളത്. അപ്പോൾ ക്രിട്ടിയോയിൽ നമ്മൾ നമ്മുടെ ഒരു ഫസ്റ്റ് പാർട്ടി ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ ഓഡിയൻസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നെല്ലാം നിലവിലുള്ള ഓഡിയൻസിനെ എടുത്ത് അതിനെ സെഗ്മെന്റ് ചെയ്ത് അതിനെ വൃത്തിയാക്കി ഇങ്ങനെ വെച്ച് ഓരോരോ ഇതും എന്തൊക്കെ ടൈപ്പ് ആഡ് പോകണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിച്ചിട്ട് ആഡ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിട്ടിയോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ സ്വന്തമായിട്ടുള്ള DSP പ്ലാറ്റ്ഫോമാണ് എക്സാൻഡർ. ഓക്കെ, സർട്ടിഫൈഡ് അല്ല. പിന്നെ മീഡിയ മാത്ത് ലോകത്തെ നമ്പർ 1 ഒരു DSPയിൽ പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ അഡോബ് മാർക്കറ്റിംഗ് പ്രോ, അഡോബിന് സ്വന്തമായിട്ട് ഒരു CDP പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത് മൂന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. മറ്റുള്ള DSP പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, പക്ഷെ യൂസ് ചെയ്യുന്ന ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ടാണ് യൂസ് ചെയ്യാതിരുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ കസ്റ്റമർ ഡാറ്റ പ്ലാറ്റ്ഫോം, CDP പ്ലാറ്റ്ഫോം. ഒന്ന് അഡോബിന്റെ CDP, പിന്നെ ബ്ലൂം റീച്ച് എന്ന് പറഞ്ഞ CDP ഉണ്ട്. ഒറാക്കിളിന് സ്വന്തമായിട്ടൊരു CDP ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ത്യയിലും ഒക്കെ നമുക്കൊക്കെ പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന ഒരു CDP ആണ് വെബ് എൻഗേജ് ആൻഡ് മോ എൻഗേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ടീലിയം എന്ന് പറഞ്ഞിട്ട് ഒരു CDP ഉണ്ട്. വെബ് എൻഗേജും മോ എൻഗേജിലും ബ്ലൂം റീച്ചിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ടീലിയത്തിൽ വർക്ക് ചെയ്യേണ്ട അവസരം കിട്ടിയിട്ടില്ല, പക്ഷെ
പ്രോ പ്ലാറ്റ്ഫോം ഒക്കെ അറിയാം. എക്സ്പീരിയൻസ് ക്ലൗഡ് ഉണ്ട്, പിന്നെ നല്ല എമൗണ്ട് കൊടുത്താൽ മാത്രം നമുക്ക് അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ആക്സസും കിട്ടും. ഓക്കെ, പിന്നെ ഇതല്ലാത്ത ഒരുപാട് DSP പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് കേട്ടോ. ഒരുപാട് DSP പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ഒന്ന് പിന്നെ ഇൻമോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആഡ്സിൽ സ്പെഷ്യലൈസ്. പിന്നെ നിങ്ങൾക്ക് അറിയാം ആഡ് നെറ്റ്വർക്കുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഔട്ട്ബ്രെയിൻ, തബൂല അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇതൊക്കെ DSP പ്ലാറ്റ്ഫോം. അഥവാ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ചെയ്യാം. മനസ്സിലായോ? അതാണ് ഇതിന്റെ കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡാറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, DMP പ്ലാറ്റ്ഫോം. പ്രധാനപ്പെട്ട DMP പ്ലാറ്റ്ഫോം ആണെന്ന് ഒറാക്കിൾ ബ്ലൂ കൈ. 2 ലോട്ടൈമിങ്. ഇപ്പൊ ഇന്നലെ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അഥവാ ഇന്നലെ പബ്ലിസിസ് ഗ്രൂപ്പ് ലോട്ടൈമിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ മിഞ്ഞാന്നായിട്ട് പബ്ലിസിസ് ഗ്രൂപ്പ് ലോട്ടൈമിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡോബിന്റെ തന്നെ ഓഡിയൻസ് മാനേജർ ഭയങ്കര പവർഫുൾ DMP ആണ്. പക്ഷെ നല്ല പൈസ കൊടുത്താൽ മാത്രമേ ആ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എൻട്രി കിട്ടുള്ളൂ. നിങ്ങൾക്കൊരു വലിയ ബ്രാൻഡ് നിങ്ങളുടെ കയ്യിൽ വെക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആഡ് എക്സ്ചേഞ്ചുകൾ, പ്രധാനപ്പെട്ട ആഡ് എക്സ്ചേഞ്ച് ഓപ്പൺ എക്സ്, പബ്മാറ്റിക്, റൂബിക്കോൺ, ആമസോണിന്റെ ആഡ് എക്സ്ചേഞ്ച്, ഗൂഗിളിന്റെ ആഡ് എക്സ്, മനസ്സിലായി, ആപ്പ് നെക്സസ്, ട്രാൻസ്പെറന്റ് ആഡ് മാർക്കറ്റ്, ഇങ്ങനെ ഒരുപാട് ആഡ് എക്സ്ചേഞ്ചുകളുണ്ട്. ഈ ആഡ് എക്സ്ചേഞ്ചുകളിലാണ് ഇതിൽ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മള് പിന്നെ ഈ ട്രേഡിന്റെ എക്സ്ചേഞ്ച് എന്ന് പറയില്ല, നമ്മൾ ട്രേഡിങ് നടക്കുന്ന എക്സ്ചേഞ്ച് എന്ന് പറയില്ല, അതേപോലത്തെ എക്സ്ചേഞ്ചുകളാണ്. ഓക്കെ, പിന്നെ ആഡ് നെറ്റ്വർക്കുകൾ, അഥവാ ആഡ് എക്സ്ചേഞ്ചിന് അത്ര പവർ ഇല്ല, പക്ഷെ അവർക്ക് അവരുടേതായ കുറച്ച് ഇൻവെന്ററി ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൽ അവർക്ക് ഭയങ്കര പവർഫുൾ ആയിരിക്കും. മനസ്സിലായോ? പ്രോഗ്രാമാറ്റിക് അത് ആഡ് നെറ്റ്വർക്ക് എന്ന് പറയും. ആദ്യം ലോകത്തുണ്ടായത് ആഡ് എക്സ്ചേഞ്ചുകളല്ല, ആഡ് നെറ്റ്വർക്കുകളാണ് ഫസ്റ്റ് ഉണ്ടായത്. ഓക്കെ, പിന്നെ ആഡ് എക്സ്ചേഞ്ചുകൾ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ ഗൂഗിൾ ആഡ്സെൻസ് ഒരു ആഡ് നെറ്റ്വർക്കാണ്. അതുപോലെ തന്നെ ഗൂഗിൾ ആഡ് മോബ്, ഔട്ട്ബ്രെയിൻ, തബൂല, മെഡിയനൈറ്റ്, ആഡ് ക്യാഷ്, മനസ്സിലായി, ഇങ്ങനെ തുടങ്ങി ഇതൊക്കെയാണ് ഈ നമ്മളെ ആഡ് നെറ്റ്വർക്ക് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇതാണ് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിങ്ങിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ. ഇതൊരു 2-3 മണിക്കൂർ ഇരുന്ന് പറയാനുണ്ട്, പക്ഷേ സമയം അനുവദിക്കാത്തതുകൊണ്ടോ നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സൗണ്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ചെറിയൊരു Q&A പോലെ. എന്നിട്ട് നമ്മൾ നടത്തുന്ന കംപ്ലീറ്റ് ഡാറ്റ ഡ്രിവൻ മാർക്കറ്റിങ്ങിന്റെ ഫുൾ സ്റ്റാക്ക് കോഴ്സ് ലേണിംഗ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മെയിൻ Q&A നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇപ്പൊ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? പറയാം. ഇതില് DSP നമ്മള് എല്ലാ പ്ലാറ്റ്ഫോംസും ട്രൈ ചെയ്യേണ്ടി വരും. അത് ഏതെങ്കിലും ഒന്ന് തന്നെ ചെയ്താൽ എല്ലാ പ്ലേസ്മെന്റും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും എല്ലായിടത്തും. മനസ്സിലായില്ല. DSPയിലെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഇപ്പൊ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നിങ്ങൾ പിന്നെ കാണിച്ചു തന്നു. നമ്മൾ ഏതെങ്കിലും ഓരോന്നിനും ഡിഫറെന്റ് പിന്നെ എന്താ പറയാ ബെനിഫിറ്റ്സ് ഉണ്ടോ, അതോ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്? അല്ല, ഓരോന്നിനും സെപ്പറേറ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ നോർമൽ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ ഒരു കാർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാറും ജീപ്പും മിനിമം ലെവലിൽ ഒരു ലോറിയൊക്കെ ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ലെവലിലും സാധനങ്ങൾ യൂസ് ചെയ്യാം. പക്ഷെ ചില പ്ലാറ്റ്ഫോമിന് അതിൻ്റെതായ ചില മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിന്റെ അടിസ്ഥാനം ഒന്നാണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഗൂഗിൾ DV360 ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ DV360 നമുക്ക് ഒരു ക്യാമ്പയിൻ, ഇതിന്റെ ഒരു ക്യാമ്പയിൻ സിസ്റ്റം ഉണ്ട്. അഥവാ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിൽ നമ്മൾ അഡ്വർടൈസർ, ക്യാമ്പയിന്, ഇൻസർഷൻ ഓർഡർ, ലൈൻ ഐറ്റം, പിന്നെ ക്രിയേറ്റീവ്സ്, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോ അഥവാ നമ്മൾ ഫേസ്ബുക്ക് ആഡ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് ആഡ്സിൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത് പ്രോഗ്രാമാറ്റിക് ക്യാമ്പയിൻ ആണ്. പ്രോഗ്രാമാറ്റിലേക്ക് വരുമ്പോൾ അത് ഇൻസർഷൻ ഓർഡർ എന്ന് പറയും, IO എന്ന് പറയും, IO. ഓക്കെ, ആഡ് സെറ്റ് ലെവലിലേക്ക് പറയുമ്പോൾ പ്രോഗ്രാമാറ്റിക് ആഡ്സിൽ നമ്മൾ ലൈൻ ഐറ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റീവ്സിലേക്ക് നമ്മൾ
കൈയേറ്റത്തിന് അണ്ടറിൽ ആഡ്സ് ആണ് പറയുന്നത്. അവിടുന്നും പ്രോഗ്രാമാറ്റിക് ആഡ്സിൽ വീണ്ടും അണ്ടറിലോട്ട് പോകും. ക്രിയേറ്റീവ് ആഡ് സെർവർ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ നെറ്റ്ഷെല്ലാണ്, ഒറ്റ സംഭവം തന്നെയാണ്. പക്ഷെ ചില പ്ലാറ്റ്ഫോമിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഓപ്ഷൻസ് തരും, ചില പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഓപ്ഷൻസ് തരുള്ളൂ. അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ DMP പ്ലാറ്റ്ഫോം കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം, പറ്റാത്ത പ്ലാറ്റ്ഫോം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, അതെന്തായാലും കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിപ്പിക്കും. ഓക്കെ, ഇത് ബേസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കി നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും. പക്ഷെ അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോം ബെസ്റ്റ് പ്രാക്ടീസ് എന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ അതും കൂടി ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. ഇനി കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. സോറി, ഒരാൾ ചോദിച്ചിരുന്നു. സോറി, ഞാൻ അതിന്റെ ഇടയിൽ കയറി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഇപ്പൊ ഈ ചെറിയ ക്ലയൻസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോമിൽ ഏതാണുള്ളത്? അത്ര വലിയ എക്സ്പെൻസ് വരാത്തതായിട്ട്. എക്സ്പെൻസ് വരാത്തത് ആഡ്രോൾ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു എക്സ്പെൻസ് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം, ചെറിയ പ്ലാറ്റ്ഫോം ആഡ്രോളൊക്കെ നമുക്ക് ചെയ്യാം. ആഡ്രോള്, സ്റ്റാക്ക് അഡാപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ഇൻമോബി ഒക്കെ ചെയ്യാൻ പറ്റും. പെർഫോമൻസ് മാർക്കറ്റിങ്ങിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷെ അതിനുള്ള സ്പെൻഡ് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഏത് സമയത്താണ് നമ്മൾ ഡാറ്റ ഡ്രിവനിലോട്ട് ഇറങ്ങേണ്ടത്, ഒരു ക്ലയന്റിന് എപ്പോഴാണ് ഡാറ്റ ഡ്രിവൻ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, അതിന്റെ എബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്കത് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പ്രോഗ്രാമാറ്റിക്. സെയിൽ ഉണ്ടായതിനേക്കാൾ സ്കെയിലിംഗ് ആണ് പ്രധാനം പ്രോഗ്രാമാറ്റിക്കിൽ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഒന്ന് സംസാരിച്ചോട്ടെ. പറഞ്ഞു സാർ. ആ ക്വസ്റ്റ്യന് എനിക്കൊരു ആൻസർ പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മള് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ടും 2 ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒന്ന് സെയിൽസ്, രണ്ടാമത് ഷെയർ ഓഫ് വോയിസ് എന്ന് പറയും. ഈ ഷെയർ ഓഫ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിന്റെ പെർസോണ എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവിനാണ് പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ്. ഇപ്പൊ ഇദ്ദേഹം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഓപ്പൺ ഇന്റർനെറ്റിന്റെ ഓരോ ടച്ച് പോയിന്റുകളും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന് കൃത്യമായി വർക്കൗട്ട് ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യമാണ്, ഇത് എത്ര പേർക്ക് അല്ലെങ്കിൽ ഏത് കമ്പനികൾക്ക് ചെറിയൊരു രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും വെച്ചാൽ ഞാൻ അതിനൊരു ഫോർമുല പറയാം. ഫോർമുല വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ആ കമ്പനിക്ക് ഒരു 1 മില്യൺ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 500,000 ആഡ് സ്പെൻഡ്, 10 ലക്ഷം $5 ലക്ഷം, $5 ലക്ഷം എന്ന് പറഞ്ഞാൽ 2.5 കോടി, വേണ്ട ഒരു 75 ലക്ഷം രൂപയെങ്കിലും കൊല്ലത്തില് മിനിമം ആഡ് സ്പെൻഡ് ഉള്ള ആൾക്കാർക്കൊക്കെയാണ് പ്രോഗ്രാമാറ്റിക്കിൽക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുള്ളൂ. ഇവിടെ ഷെയർ ഓഫ് വോയിസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അവയർനെസിന്റെ സ്റ്റേജ് ആണ്. നമ്മൾ എത്രത്തോളം മാക്സിമം അവയർനെസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ പ്രോഗ്രാമാറ്റിക് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഡാറ്റ ഡ്രീമുകളിൽ ബേസിൽ നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ്. നമ്മൾ ചെറിയ കമ്പനികൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളെപ്പോലത്തെ വ്യക്തികൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു എഗ് ഇൻ ദ ഹാച്ചറ്റ് എന്ന് പറയും. നമ്മള് ചെറിയ ഒരു സ്ഥലത്ത് കിടന്ന് കളിക്കണതിനെക്കാട്ടിയും നമുക്ക് അടുത്ത ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇന്ന് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പഠന രീതി ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് ആണ്. ഇന്ന് നമുക്ക് എത്താൻ പറ്റുന്ന ഇന്നത്തെ അവസ്ഥ, നാളെ എന്ത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചൈനയിൽ ഇപ്പൊ 56 ആക്ടിവിറ്റി ചെയ്യുന്ന ഒരൊറ്റ ഏജന്റിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ് 56 ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന ഏജന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഇൻഡസ്ട്രി അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെപ്പോലത്തെ വ്യക്തികൾ ഈ ഒരു ചാൻസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിക്കോളി. കഴിയുന്നവര്, എല്ലാവർക്കും അത് കഴിഞ്ഞോളം എന്നില്ല, കഴിയുന്നവര്
തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇപ്പൊ നിങ്ങൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഇതാണ് 2 രാജ്യങ്ങൾ GCC-യിൽ ഏറ്റവും വലിയ ആഡ് സ്പെൻഡ് ഉള്ള 2 രാജ്യങ്ങൾ. EMEA മാർക്കറ്റ് വരികയാണെങ്കിൽ പിന്നെ ഈജിപ്റ്റ് അതുപോലത്തെ രാജ്യങ്ങളുണ്ട്. പക്ഷെ GCC കൺട്രീസിൽ വരികയാണെങ്കിൽ സൗദി അറേബ്യയും അതേപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE ആണ്. അവിടെ ഈ പറയുന്ന ഓപ്പൺ ഇന്റർനെറ്റ് ആക്സസിനെ അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർനെറ്റ് എൻവിറോൺമെന്റിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. കാരണം 183 രാജ്യങ്ങളിലെ ജനങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. 183 രാജ്യങ്ങളിലെ ജനങ്ങൾ അവിടെ ജീവിക്കുന്ന സമയത്ത് ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇതിനിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു തമാശ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ നോമ്പ് തുറന്നത് ഒരു ഹോളണ്ടിലുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാനൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഹോളണ്ടിലുള്ള ഒരു ലേഡി എന്റെ കൂടെ നോമ്പ് തുറക്കാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ മെറ്റയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവര് ഭയങ്കര ചീത്തവിളി. മെറ്റ കള്ളനാണ്, മെറ്റ ഉപയോഗിക്കാൻ പറ്റില്ല, മെറ്റ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോ ഞാനതൊക്കെ കേട്ടതിന് ശേഷം ഇവരടുത്ത് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് അവർക്ക് മെയിനായിട്ട് ഡിസ്പ്ലേ ആഡ്സ് ആണ് അവർ കൂടുതലും കാണുന്നത്. ഞങ്ങൾക്കൊരു ഇൻസൈറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ചീത്ത കേട്ടതും കൂടി പറഞ്ഞത്. കാരണം അവര് പറഞ്ഞ എന്താ, ഞങ്ങൾ കൂടുതലും ഡിസ്പ്ലേ ആഡ്സ് ആണ് ഞങ്ങൾ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പൊ ഞാൻ ഡിസ്പ്ലേ ആഡ് എന്ന് പറഞ്ഞേക്ക് ഞാൻ അവരെടുത്ത് അത് ചോദിച്ചില്ല. പക്ഷെ ഞാൻ ജർമ്മനിയിലും അതുപോലെ തന്നെ ഹോളണ്ടിലൊക്കെ ജിയോഗ്രഫിക് ലൊക്കേഷനിൽ റൺ ചെയ്യുന്ന ഡിസ്പ്ലേ ആഡുകളെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ പ്രോഗ്രാമാറ്റിക്കിലാണ് ആ ഇൻവെന്ററി സെല്ല് ചെയ്യുന്നത്. ഒക്കെ പറഞ്ഞ പോയിന്റ് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊരു നല്ല ചാൻസ് ആണ്. സോ ആ ചാൻസ് നിങ്ങൾ മുതലെടുക്കാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊള്ളി. ദോസ് പീപ്പിൾ ഹു ഹാവ് അറൌണ്ട് 2 to 5 years ഓഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികൾ എന്തായാലും അപ്സ്കില്ലിങ്ങിന് ഇതുപോലത്തെ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ദോസ് പീപ്പിൾ ഹു ഹാവ് എൻ എക്സ്പീരിയൻസ് ഫ്രം 1 year to 2 year ഞാൻ ഒന്നും പറയുന്നില്ല. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് പഠിച്ചാൽ കൊള്ളാം, പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന്റെ ലോകത്തേക്ക് കടന്നിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ 1 to 2 വർഷത്തിന്റെ ഉള്ളിൽ ഇ-കൊമേഴ്സ് പോലത്തെ പ്ലാറ്റ്ഫോം, ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു നീഷില് അറ്റ്ലീസ്റ്റ് ഒരു 25 ലക്ഷം രൂപയെങ്കിലും ആഡ് സ്പെൻഡിൽ കളിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാൻസ് നിങ്ങൾ മുതലാക്കിക്കോളി. ഇതാണ് ഇപ്പൊ എനിക്കവിടെ പറയാനുള്ളത്. ഷംസിന്റെ സ്പീക്കർ ഓഫാണ്, മ്യൂട്ടാണ്. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു. ഞാനേ ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ കൊണ്ടുവരാനുള്ള ഒരു കാരണം തന്നെ സാറിന് അറിയാം. അഥവാ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ഏത് അക്കാഡമിയാണ് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അന്ന് സാറ് പറഞ്ഞിരുന്നു കോഴ്സ് എടുക്കുന്നത്. പക്ഷെ ഞാനന്ന് പിന്നെ സമയമില്ല പിന്നെ ആക്കാന്നൊക്കെ പറഞ്ഞിട്ടും പിന്നീട് എവിടെയും കോഴ്സുകളൊന്നും വരാത്തോണ്ടും ആളുകൾ വീണ്ടും ചോദിച്ചു. ഇല്ല ഷംസെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഇല്ല. ഇന്ത്യയിൽ ഞാൻ വളരെ വിശദമായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ SSP പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇപ്പൊ ഇൻമോബി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചെറിയ കോഴ്സ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒഴിച്ചാൽ വേറെ എവിടെ ഇല്ല. ഇപ്പൊ ഞാൻ ഈ ഇൻമോബിനടുത്ത് മാത്രം പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ഇൻമോബിയുടെ മാത്രം ഒരു ഇൻവെന്ററി ലിസ്റ്റ് എവിടെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മുടെ ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ പറയുന്ന 3 രാജ്യങ്ങളില് ഹോർലിക്സ്, ബോൺവീറ്റ, പാമ്പേഴ്സ്, ഡവ് എന്ന് പറയുന്ന 4 കമ്പനി അവരുടെ കംപ്ലീറ്റ് അവയർനെസിന്റെ ഷെയർ ഓഫ് വോയിസ് ഇൻക്രീസ് ചെയ്യാനുള്ള അവയർനെസിന്റെ ഇൻവെന്ററി മേടിക്കുന്നത് ഇൻമോബിയുടെ നിന്നാണ്. നമ്മൾ നമ്മുടെ നാട്ടില് ചില പെർഫോമൻസ് മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ചില ആൾക്കാരെ വായയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഗൂഗിളും ഫേസ്ബുക്കും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാമായി. അതൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഫേസ്ബുക്കിനാകെ 3 ബില്യൺ യൂസറേ ഉള്ളൂ. ഇയർലി യൂസർ 3 ബില്യണേ ഉള്ളൂ. ആ 3 ബില്യന്റെ സിറ്റുവേഷൻ ഇന്ന് ലോകത്ത് 8 ബില്യൺ ആൾക്കാർക്ക് ഇന്റർനെറ്റ് ഉള്ളപ്പോ അവിടെ ബാക്കി 3 ബില്യൺ 5 ബില്യന്റെ അടുത്ത ആൾക്കാർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. 8 ബില്യൺ പോപ്പുലേഷനിൽ 5 ബില്യന്റെ പുറത്തെ ആൾക്കാർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. ഇതിൽ 3 ബില്യൺ ഫേസ്ബുക്കിനുള്ള സമയത്ത് ബാക്കി 2 ബില്യൺ എവിടെ? ഫേസ്ബുക്കിന് അവിടെ ആക്സസ് ചെയ്യാൻ ഇൻവെന്ററി ഇല്ല, അല്ലെങ്കിൽ ഫേസ്ബുക്കിന് അവിടെ ആക്സസിബിലിറ്റി ഇല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം,
ഡെയിലി ആക്റ്റീവ് യൂസേഴ്സിന് എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിന് ഏകദേശം 1.5 ബില്യന്റെ ഇംപ്രഷൻ കൊടുക്കാനുള്ള റിയൽ എസ്റ്റേറ്റേ ഉള്ളൂ. ആ സ്ഥലത്ത് പ്രോഗ്രമാറ്റിക്കിനൊക്കെ വലിയ സാധ്യതകളുണ്ട്. പക്ഷെ നമ്മുടെ ഗതികേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊരു എക്കോസിസ്റ്റത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു എക്കോസിസ്റ്റത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നോ ഒഫൻസ് ടു എനിവൺ. ഒരാളോട് ഒരു മോശപ്പെട്ട രീതിയിൽ നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതാണ് ലാസ്റ്റ് വാക്കെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പേടിയായിട്ട് തന്നെ ഇരിക്കണത്. കാരണം ടുമോറോ വാട്ട് മേ ഹാപ്പൻ, എന്താ വരിക എന്നുള്ളത് എനിക്കറിയില്ല. ഇന്നിപ്പോ കേരളത്തിലൊരു പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, വളരെ ഫേമസ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, ഞാൻ പേര് പറയുന്നില്ല കാരണം ആ പയ്യനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, ഈ പഠിപ്പിക്കണ കാര്യങ്ങളൊക്കെ ഇപ്പൊ നാളെ മറിയും എന്നുള്ളതിൽ തന്നെ എനിക്ക് പേടിയുണ്ട്. ഞാൻ പറഞ്ഞു പേടിക്കണം. കാരണം എന്താ വെച്ചാൽ നാളെ എന്താ വരിക എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കയ്യിലുള്ള സാധ്യത എന്താണോ അത് ഞങ്ങൾ മുതലാക്കിക്കോളൂ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, 2 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ മാത്രമേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ തരുള്ളൂ. 1 മുതൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഒരു ഷോർട്ട് ടേം കോഴ്സ് അല്ലെങ്കിൽ ഇതിനൊന്ന് അവെയർ ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല രീതി. കാരണം 1 to 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു 25 മുതൽ 50 ലക്ഷം വരെ ആഡ് സ്പെൻഡ് നടത്തുകയും മെറ്റയിലൂടെ ഒരു കമ്പനിക്ക് 0 മുതൽ 1 കോടി വരെ സെയിൽ ചെയ്യാൻ. അത് എങ്ങനെ വെച്ചാൽ കുറെ അവയർനെസിന്റെ ബഡ്ജറ്റ് കത്തിച്ച് ആവറേജ് ഓർഡർ വാല്യൂ 1 ഉറുപ്പ്യക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കണം കേട്ടാ. ഉള്ളതൊക്കെ ഡിസ്കൗണ്ടും കൊടുത്ത് സെയിലും കൊടുത്തിട്ട് ഞാൻ 1 കോടി എത്തിച്ച് എന്ന് പറഞ്ഞ പരിപാടിയല്ല ഞാൻ പറഞ്ഞത്. റോയാസ് 100 എത്തിച്ച്, റോയാസ് 50 എത്തിച്ച്, റോയാസ് 20 എത്തിച്ച് എന്ന് പറഞ്ഞ ടീമല്ല. കറക്റ്റ് കൺസ്ട്രക്റ്റീവായ ഫ്രെയിം വർക്ക് വെച്ചുകൊണ്ട് ഒരു കമ്പനിയെ 0 to 100 എത്തിച്ച ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളി. അതല്ലെങ്കിൽ 2 to 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, 5 to 8 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു അപ്രോച്ചാണ്. സോറി, ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തു, എന്നാലും ഞാൻ പറയേണ്ടത് പറയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പറയണ്ട സാറേ. അല്ല, അത് നമ്മളിത് പറയേണ്ട രീതിയിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അതാണ് നമ്മുടെ നാടിന്റെ ശാപം. ഇത് ആ കൃത്യമായ രീതിയിൽ ആരും ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, പറഞ്ഞു കൊടുക്കാനും ആളില്ല. ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷിന്റെ മുകളിൽ ഇനി വല്ലോനാണെങ്കിൽ അടി പൊട്ടിക്കാൻ നിൽക്കും. അപ്പോ ഉള്ള പോലെ പറഞ്ഞാൽ പിന്നെ ബേജാറില്ലല്ലോ. കാരണം ഞമ്മക്കായ്മ പിന്നെ പ്രാക്കട്ടേണ്ട ആവശ്യമില്ല. ഉള്ള പോലെ പറഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഉള്ളത്, നിങ്ങൾ നോക്കിക്കോളി. 2 to 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ, സോ ദാറ്റ് യു ക്യാൻ അപ്സ്കിൽ. പ്രത്യേകിച്ച് GCC എന്ന് പറയുന്ന മാർക്കറ്റിലേക്ക് നിങ്ങളെ ട്രാൻസിഷൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, പിന്നെ GCC മാത്രമല്ല, ഇനി ഒരു സ്റ്റാറ്റിസ്റ്റിക് കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് നിങ്ങൾ ട്രാൻസിഷൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, ജർമ്മനിയിലെ മൊത്തം ആഡ് സ്പെൻഡിന്റെ 40% ഇൻവെന്ററിയും എടുക്കണ പ്രോഗ്രാമാറ്റിക്കിലാണ്. അപ്പൊ നിങ്ങളത് വിടണ്ട. ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് എല്ലാവരും ഓടാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ജർമ്മനിക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൊത്തം ആഡ് സ്പെൻഡിന്റെ ഇൻവെന്ററിയുടെ 40% കിടക്കുന്ന പ്രോഗ്രാമാറ്റിക് ആണ്. ആ പ്രോഗ്രാമാറ്റിക്കിൽ നിങ്ങൾ എത്ര പേര് ഇതിൽ യാങ്കോ ആഡ്സ് എന്ന് കേട്ടിട്ടുണ്ട്? ഒന്ന് കൈ പൊക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വ്യക്തി യാങ്കോ ആഡ്സ് എന്ന് കേട്ടിട്ടുണ്ട്? ആരെങ്കിലും ഒരു വ്യക്തി യാങ്കോ എന്ന് കേട്ടിട്ടുണ്ടോ? യാങ്കോ ആഡ്സ് എന്ന് കേട്ടിട്ടുണ്ടായില്ല. ഓക്കെ, ഈ യാങ്കോ ആഡ്സിന് ഇപ്പൊ 1 ബില്യൺ ഇംപ്രഷൻ സ്പേസ് ഉണ്ട്. യാങ്കോ ആരാ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടാ? ചോദിച്ചോളൂ. ചോദിച്ചോളൂ. അല്ല, ഞാൻ ചോദിച്ചതല്ല, യാങ്കോ കേട്ടിട്ടുള്ള ഒരു റൈസ് ചെയ്യാൻ പർപ്പസ്. ഓക്കെ. യാങ്കോ നിങ്ങൾ കേട്ടിട്ടുണ്ടാ? ഓഫ് കോഴ്സ്, യാങ്കോ ഒരു വെൽ നോൺ കമ്പനിയാണ്. നമ്മുടെ UAE ഇഷ്ടം പോലെ. അതന്നെ ഞാൻ പറഞ്ഞ. അതിപ്പോ നിങ്ങൾ മാത്രമാണ് ഇതിൽ കൈവന്തിച്ച്, നിങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ കൈവന്തിച്ചത്. പക്ഷെ അവർക്ക് 1 ബില്യൺ ഇംപ്രഷന്റെ സ്പേസ് ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ നിങ്ങൾക്ക്. ഇർഷാദ് പറഞ്ഞോളൂ. ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് അവിടെ യാങ്കോനെ ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ? പ്രത്യേകിച്ച് ട്രാവൽ നീഷിൽ CIS രാജ്യങ്ങള്, കോൺഫെഡറേഷൻ ഓഫ് റഷ്യയിൽ നിന്ന് വിട്ടുപോയ രാജ്യങ്ങളുടെ ഓഡിയൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ അവെയർ ചെയ്യാൻ വേണ്ടി പല കമ്പനികളും ഉപയോഗിക്കുന്നത്, പിന്നെ സബ്സഹാറൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ ചിന്തിച്ച് പോവാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയുണ്ട്. അത്രേ പേര് പറയാനുള്ളൂ. ഇനി ഷംസിന് ബാക്കി പറയാം. ഓക്കെ. അല്ല, ഇനി കോഴ്സിന്റെ ഡീറ്റെയിൽ അതില്
നേരത്തെ പറഞ്ഞ പ്രകാരം പിന്നെ ഇതിൽ 1 year to 1 to 2 year എക്സ്പീരിയൻസിന്റെ ബിലോ ഉള്ളവര് അവർക്ക് ഇതിന്റെ ഫസ്റ്റ് മന്ത് കോഴ്സിൽ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അവർക്ക് അവരുടെ പെർഫോമൻസ് മാർക്കറ്റിങ്ങും എങ്ങനെ മാക്സിമം ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതില് അതിന്റെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ആയിട്ട് മനസ്സിലാവും, അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോഴ്സിന്റെ കാര്യം, ഇത് കോഴ്സ് ആയിട്ടല്ല, ഇതൊരു ലേണിംഗ് ജേണിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ലേണിംഗ് ജേണിയാണ്, കണ്ടിന്യൂസ് ജേണിയാണ്. നിങ്ങൾക്ക് ഇത് ഒരു 2 മാസം എടുക്കാം, 3 മാസം എടുക്കാം, 6 മാസം എടുക്കാം, 3 കൊല്ലം വരെ പഠിപ്പിക്കാനുള്ള കണ്ടന്റ് ഇപ്പോ റെഡിയാണ് നമ്മുടെ കയ്യിൽ. 3 കൊല്ലം വരെ പഠിപ്പിക്കാനുള്ള കണ്ടന്റ് റെഡിയാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര ഡീപ്പായിട്ട് പോകണം, ഒരാൾക്ക് എത്ര ഡീപ്പായിട്ട് എത്ര ഹയർ ലെവലിലേക്ക് പോകണം, അപ്പോൾ എത്ര ഡീപ്പായിട്ട് പോകണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. സോ അതിന്റെ ഒരു ഫസ്റ്റ് മന്തിലൊരു മൊഡ്യൂളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, 1 മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് ആൻഡ് സയൻസ്, മൊഡ്യൂൾ 2 ഡാറ്റ ഡ്രിവൺ മൈൻഡ് സെറ്റ്, 3 ഓവർകമ്മിങ് ദ ഓബ്സ്റ്റക്കിൾസ് ടു ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ്, 4 മാർക്കറ്റിംഗ് മെട്രിക്സ്, 5 മാർക്കറ്റിംഗ് പ്രോസസ് ആൻഡ് ഡാറ്റ കളക്ഷൻ, 6 കൺസ്യൂമർ സെൻട്രിക് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, 7 ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ വിഷ്വലൈസേഴ്സ്, 8 എസെൻഷ്യൽ നോൺ ഫൈനാൻഷ്യൽ മെട്രിക്സ്, 9 അജൈൽ മാർക്കറ്റിംഗ് മിക്സ്, 10 എസെൻഷ്യൽ ഫൈനാൻഷ്യൽ മെട്രിക്സ്, 11 കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ മോഡലിംഗ്, 12 ഫ്രം ക്ലിക്സ് ടു വാല്യൂ വിത്ത് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, 13 ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ്, 14 മാർക്കറ്റിംഗ് ബജറ്റ്സ് ടെക്നോളജി ആൻഡ് കോർ പ്രോസസ്, 15 ഡാറ്റ ഡ്രിവൺ ക്രിയേറ്റീവ് അഡ്വർടൈസിംഗ്. ഇതാണ് ഫസ്റ്റ് മന്ത്. ഓക്കെ, മന്ത് ഫസ്റ്റിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, മന്ത് സെക്കൻഡ്, 2ാമത്തെ മാസം മുതൽ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്, അതാണ് മെയിൻലി പഠിപ്പിക്കുന്നത്. പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിന്റെ ബെനിഫിറ്റ്സ്, DSP, SSP, ബൈയിങ് മെത്തേഡ്, റിയൽ ടൈം ബിഡിങ് മെത്തേഡ്, മാർക്കറ്റ് പ്രൈസ്, ഡയറക്റ്റ് ബൈയിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഡസ്ട്രിയിലെ കീ ടെക് കമ്പനീസ് അതിനെ പരിചയപ്പെടുത്തുന്നത്, ഡിമാൻഡ് സെറ്റ് DSPകളെ പരിചയപ്പെടുത്തുന്നത്, SSPകളെ പരിചയപ്പെടുത്തുന്നത്, ഡാറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോംസിനെ പരിചയപ്പെടുത്തുന്നത്, ടാർഗറ്റിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് പഠിപ്പിക്കുന്നത്, പ്രോഗ്രാമാറ്റിക് ബൈയിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മന്ത് 2. അപ്പൊ അതിൽ നമ്മൾ മെയിൻലി പഠിക്കുന്ന പ്ലാറ്റ്ഫോം ലേണിംഗ്. ഓക്കെ, ഇതിൽ പഠിക്കാൻ പോകുന്ന പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ DV360, ക്യാമ്പയിൻ മാനേജർ, ആമസോൺ DSP, സ്റ്റാക്ക് അഡാപ്റ്റ്, ലൂക്ക സ്റ്റുഡിയോ ഫോർ ആട്രിബ്യൂഷൻ, സൂപ്പർ മെട്രിക്സ് ഫോർ ആട്രിബ്യൂഷൻ, ഈസി ഇൻസൈറ്റ് ഫോർ ഫസ്റ്റ് പാർട്ടി ഡാറ്റ മാനേജ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ CDP പ്ലാറ്റ്ഫോമായ വെബ് എൻഗേജ്, എൻഗേജ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ആട്രിബ്യൂഷൻ, അഡ്ജസ്റ്റ്, ക്ലവർ ടാപ്പ്, ആപ്ലയർ, പിന്നെ ഇമെയിൽ മാർക്കറ്റിംഗ്, ക്ലാവിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് 2ാമത്തെ മാസത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, 2ാമത്തെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഈ പഠനം ചിലപ്പോ 2 മാസത്തേക്ക് നീണ്ടിരിക്കാം, പക്ഷെ ബാച്ച് ഇതാണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മന്ത് എന്ന് വെച്ചാൽ സെക്കൻഡ് ഫേസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു 2ാമത്തെ മാസം കൊണ്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, പിന്നെ നമ്മൾ 3ാമത്തെ ഫേസ് അല്ലെങ്കിൽ 3ാമത്തെ മന്ത് എന്നുള്ളത് അഡ്വാൻസ്ഡ് പ്രോഗ്രാമാറ്റിക് കാര്യങ്ങളാണ്, അഥവാ ക്രോസ് ചാനൽ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിംഗ്, പ്രോഗ്രാമാറ്റിക് ഗ്യാരണ്ടീഡ് ആൻഡ് പ്രിഫേർഡ് ഡീൽസ് ഇൻ എക്സ്പെർട്ടൈസ്, അഡ്വാൻസ്ഡ് ഓഡിയൻസ് ടാർഗറ്റിംഗ് ടെക്നിക്സ്, ദ ഫ്യൂച്ചർ ഓഫ് പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിംഗ് എങ്ങനെയാണെന്നുള്ളത്, പിന്നെ ഹാൻഡ്സ് ഓൺ പ്രോജക്റ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അത് കാണാനും അതിൽ വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിൽ കൊളാബറേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻസ് ആൻഡ് കോഴ്സിന്റെ ഈ കോഴ്സിന്റെ ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും, ലിങ്ക്ഡിനിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കരിയറിൽ എവിടെയും കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അത് എക്സാംസ് ഉണ്ടാകും, ഓരോ ഫേസ് കഴിയുമ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു എക്സാംസ് ഉണ്ടാകും. എക്സാം പാസ്സാകുന്നവർക്കാണ് അത് സെക്കൻഡ് ഫേസിലോട്ട് പോകാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കരിയർ പാത്തിങ് പ്രോഗ്രാമാറ്റിക് എന്നുള്ളത്. പിന്നെ മന്ത് 3 ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്ന ഒരു മൊഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിലെ എല്ലാ ഗസ്റ്റ് സ്പീക്കേഴ്സ്, എല്ലാ നല്ല എക്സ്പേർട്ടുകളെ നമ്മൾ ഗസ്റ്റ് സ്പീക്കേഴ്സ് ആയിട്ട് ക്ലാസ് എടുക്കാൻ കൊണ്ടുവരുന്നുണ്ട്.
2 റിയൽ ടൈം കേസ് സ്റ്റഡീസ് നമുക്ക് ഇതിൽ പഠിക്കാൻ ഉപയോഗിക്കാനുണ്ടാകും. ഓക്കെ, മൂന്നാമത്തത് ആഡ് ഓൺ കരിയർ ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾ ഈ ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ച് നിങ്ങളെ ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ലക്ഷ്യം. മനസ്സിലായോ? നിങ്ങളിത് പഠിച്ചിട്ട് എന്തെങ്കിലും ആയി പോട്ടെ എന്നല്ല, നിങ്ങളെ പഠിപ്പിക്കുകയും ട്രെയിൻ ചെയ്യുകയും എഫിഷ്യന്റ് ആക്കുകയും നിങ്ങളെ നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറ്റാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് തന്നു ഒരു കരിയർ സ്വിച്ചിങ് കോഴ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അത് ആർക്കൊക്കെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇതും കൂടി പറഞ്ഞിട്ട് പറയാം. അതോ month 4 ഒരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സും കൂടെ ഉണ്ടാകും. അത് അഡ്വാൻസ് പ്രോഗ്രാമാറ്റിക് പ്ലാറ്റ്ഫോം ടെക്നോളജീസ് ഉണ്ട്, ആടെക് മാർടെക് ഫണ്ടമെന്റൽസ് ഉണ്ട്, മാസ്റ്റർ ക്ലാസ് ഓൺ അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് മെഷർമെന്റ് അനലിറ്റിക്സിന്റെ ഒരു കോഴ്സ് അതിലുണ്ടാകും. AI ആൻഡ് മെഷീൻ ലേണിംഗ് ഓഡിയൻസ് ഫോർ ടാർഗറ്റിംഗ്, പിന്നെ AI പവർഡ് ബിഡിംഗ് ഒപ്റ്റിമൈസേഷൻ, മെഷീൻ ലേണിംഗ് ആൻഡ് ക്രിയേറ്റീവ് ഒപ്റ്റിമൈസേഷൻ, ഡാറ്റ ഡ്രിവൺ ആട്രിബ്യൂഷൻ ആൻഡ് മെഷർമെന്റ്, പിന്നെ AI ഫ്രോഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ബ്രാൻഡ് സേഫ്റ്റി എക്സ്പെർട്ടൈസ് സ്പെഷ്യലൈസേഷൻ, എത്തിക്കൽ കൺസിഡറേഷൻ ആൻഡ് ഫ്യൂച്ചർ AI ഇൻ പ്രോഗ്രാമാറ്റിക് സർട്ടിഫിക്കേഷൻ ആൻഡ് അതർ പരിപാടികളൊക്കെ ആയിട്ട് 4ാമത്തെ വർഷം വീണ്ടും അഡീഷണൽ ആയിട്ട് പോകും. ഇതിങ്ങനെ തുടർന്ന് പോകും. അതാ പറഞ്ഞ ഒരു 3 കൊല്ലത്തേക്കുള്ള സാധനങ്ങൾ ഈ ഫീൽഡിൽ ഇപ്പൊ റെഡിയാണ് നമുക്ക്. സോ നിങ്ങൾക്ക് എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കണോ അത്രത്തോളം ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ അതിക്ക് നമ്മൾ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കരിയർ സ്വിച്ചിങ് ലെവലിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗിലോട്ട് കയറി വരണം. അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇറങ്ങാൻ താല്പര്യമില്ല, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിഞ്ഞു, നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിനേക്കാൾ പ്രോഗ്രാമാറ്റിക്കിൽ പോകാനാണ് താല്പര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു 1 ഇയർ കുറഞ്ഞ ആളായിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ കൺവേർഷൻ ലെവൽ കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, കുറച്ചും കൂടി കരിയർ സാധ്യത ഉണ്ട് എന്ന നിലക്ക് നോക്കിയിട്ട് ഒരു വിദേശ, ഇപ്പൊ ദുബായിലോട്ടോ GCC കൺട്രീസിലോ വിദേശത്തോട്ടോ ഒക്കെ ആണ് നിങ്ങളെ കരിയർ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു സ്ഥാനത്ത് നമ്മൾ എത്തിക്കും. ഒരു മിനിമം ഒരു 3 മാസമെങ്കിലും കോഴ്സിൽ 3 ഫേസെങ്കിലും നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ട്രെയിൻ ചെയ്ത് എങ്ങനെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ഇന്റർവ്യൂ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യണം, എങ്ങനെ ജോബിൽ എത്തിക്കാൻ പറ്റും. നമ്മുടെ തന്നെ ഒരുപാട് കോണ്ടാക്ട്സ് നമ്മുടെ UAE ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, മറ്റുള്ള ലണ്ടനില് US എല്ലായിടത്തും കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പൊ എപ്പോഴത്തെ ഒരു ഓപ്പണിംഗ് വന്നാലും എങ്ങനെ നിങ്ങൾക്കൊരു ജോലി ഒരു നല്ല ഒരു മോഡേൺ മാർക്കറ്റർ എന്നുള്ള ലെവലിലോട്ട് നിങ്ങളെ മാറ്റിയെടുത്ത് നിങ്ങൾക്ക് ഒരു കരിയർ സ്വിച്ചിങ് അല്ലെങ്കിൽ കരിയർ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്, ഒരു ജേണിയാണ്, ഇതൊരു ലേണിംഗ് ജേണിയാണ്. ഇതിങ്ങനെ പോകും. ഇത് നല്ലൊരു കമ്മ്യൂണിറ്റി, നമ്മൾ ഇതിന്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടും പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ലൈഫ് ടൈം മെന്റർഷിപ്പ് കാര്യങ്ങൾ എല്ലാം കൊണ്ടുവരും. ഇൻഡസ്ട്രിയിലെ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗിൽ, പെർഫോമൻസ് മാർക്കറ്റിംഗിലൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ ഒരുപാട് ആൾക്കാർ റെഡിയാണ്. നല്ല ടോപ്പ് നോച്ച് ആളുകൾ, ലത്തീഫ് സാർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരോ സെഗ്മെന്റിലും നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ്സുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ നല്ല സ്കില്ലുള്ളവർക്കാണെങ്കിൽ ഇവിടെ UAE ദുബായിൽ നമ്മളൊരു ഫീൽഡ് ട്രെയിനിങ്ങും കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ ലെവലിൽ നിങ്ങളെ ഒരു ബെസ്റ്റ് പെർഫോമിംഗ് ഡാറ്റ ഡ്രിവൺ മാർക്കറ്ററായിട്ട് മാറിക്കഴിഞ്ഞാൽ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ മാർക്കറ്റിംഗ് എക്കോസിസ്റ്റം മാറുന്നതും ഇവോൾവ് ചെയ്യുന്നതും നമ്മളിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ കാരണം എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വരികയാണ്, എല്ലാവരും പെർഫോമൻസ് മാർക്കറ്ററാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് സ്പെഷ്യലായിട്ട് നിൽക്കാനും നമുക്ക് പൊസിഷൻസ് കയറ്റി കൊണ്ടുപോകാനും നമ്മുടെ റവന്യൂ വർദ്ധിപ്പിക്കാനും നമ്മുടെ കരിയർ നമുക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ചെയ്യുക എന്നുള്ളത് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ ഇതിന്റെ ഫീ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇതിൽ ഡൈനാമിക് ഫീ സ്ട്രക്ചർ, ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ ഫീ ആണ് ഇതിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കോഴ്സ് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ഫസ്റ്റ് 50,000-ന് 60,000-നൊക്കെയാണ് ഇതിനേക്കാൾ ചെറിയ കോഴ്സുകൾ ഇന്ത്യയിൽ സെല് ചെയ്യുന്നത്. കാരണം അറിയാലോ അല്ലെ? അപ്പോ പല തീർച്ചയായിട്ടും അറിയാം ഇന്ന് അല്ല, അത് അറിയുന്ന കാര്യമാണ്. കാരണം ഞാനിപ്പോ ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറയാം. നിങ്ങൾ ഈ കോഴ്സ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ DV360 എന്ന് പറയുന്ന ഇപ്പോ അഗ്രിഗേറ്റർ ഓഫ് പ്രോഗ്രാമാറ്റിക് പ്ലാറ്റ്ഫോംസ് ഇൻ ഗൂഗിൾ കമ്പനി,
ഈ DV360യുടെ CM360യും അതുപോലെ തന്നെ DV360യുടെ വെറും ബേസിക്സ് മാത്രം പഠിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ചാർജ് ചെയ്യുന്നത് അറൌണ്ട് 1,25,000 ആണ് മര്യാദക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ ചെറിയ പൈസ ഒക്കെ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും കൃത്യമായ രീതിയിൽ ഞങ്ങളെല്ലാം പഠിപ്പിക്കാന്ന് പറയും. പക്ഷെ CM360 മാത്രം തൊട്ട് വെച്ചിട്ട് സ്ഥലം പിടിക്കുകയാണ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു റെവല്യൂഷണറി സ്റ്റെപ്പാണ് ഇന്ത്യയിൽ നമ്മൾ എടുക്കുന്നത്. നമുക്കതിന്റെ വാല്യൂ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് ഇന്ത്യയിൽ ശരിക്കും ഞാനേ ഇതിപ്പോ കേരളത്തിന്റെ നമ്മളെ മലയാളികളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ രീതിയിലാണ് ഈ ഫീസ് ഇട്ടോ തെറ്റിദ്ധരിക്കും. അല്ല ഞാൻ പറയാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കേരളത്തിലെ എക്കോസിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന് നമുക്ക് ഒരു കോഹോർട്ടിനെ പുറത്തിറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ കോഹോർട്ട് വഴി തന്നെ വേണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ വളരെ ഫേമസ് ആയി കിട്ടും. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് കൊടുക്കുന്ന ഒരു പ്രൊവൈഡേഴ്സ് ഇല്ല. അതന്നെ പറഞ്ഞേ, നമുക്കിപ്പോ കേരളത്തിൽ കുറെ ആൾക്കാരൊന്നും ഇപ്പൊ ഇതില് വേണ്ട, കുറച്ച് ആൾക്കാർ മതി, ആ ഉള്ളവര് കൂലിയായിരിക്കണം. അതാണ് പ്രത്യേകിച്ച് AI എന്ന് പറയുന്ന ടെക്നോളജിയെ എല്ലാവിധ ഫേസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് ഇംബൈബ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് സ്കോപ്പ് ചെറുതല്ല, തീർച്ചയായിട്ടും ചെറുതല്ല. അപ്പൊ സാറേ ഇതിന്റെ ഫീ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അഥവാ ഓരോ മന്തിനാണ് ഫീ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ മന്ത് ഞാൻ പറഞ്ഞ മൊഡ്യൂളുള്ള മന്ത് ഉണ്ടല്ലോ, ആ മന്തിനുള്ള ഫീ ആണ് 5,000 രൂപയാണ്. അത് നമുക്ക് ഫസ്റ്റ് ഇതിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 1 ഇയറോ ഫ്രഷറോ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. കാരണം നിങ്ങൾക്കത് പഠിച്ച് നിങ്ങൾ ഈ ഒരു ബേസിക് മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ പാസ്സാവുന്നവർക്കും അതിൽ ഉഷാറായിട്ട് കരിയർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നമുക്ക് രണ്ടാമത്തെ മന്ത് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ മന്തിന് 10,000 ആണ്. അത് പ്ലാറ്റ്ഫോം ലേണിംഗ്. അത് 10,000 പോരാ. ഞാനിതിന്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം പറയാം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ലേണിംഗ് ആപ്പായിട്ടുള്ള എൻട്രി, അടുത്ത് പെർഫോമൻസ് മാർക്കറ്റേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. അത് ഈ കുട്ടികൾ എന്തായാലും അത് അറിഞ്ഞോട്ടെ. ആ ഇന്റർവ്യൂ നടത്തിയപ്പോ ഇന്റർവ്യൂവിന്റെ പാനലിലുള്ള ചില ആൾക്കാരെ എനിക്കറിയാം, അവർ എന്നായിട്ട് സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ സ്ഥാപനമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിനോട് ഞാൻ ചെന്നപ്പോ ചോദിച്ചത്, ഇതിൽ മൊബൈൽ ആട്രിബ്യൂഷൻ നിങ്ങൾ കൃത്യമായിട്ട് മൊബൈൽ ആട്രിബ്യൂഷൻ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇവരോട്. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചേക്ക് എടുത്തേക്ക് ഇവരിനോട് ഒരു ടീം എൻട്രി പറഞ്ഞു ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. മറ്റേ ടീമിനോട് പറഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പോ നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ശ്രോതാക്കൾ അറിയാൻ വേണ്ടി പറയാണ്, മൊബൈൽ ആട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഇതിലുള്ള പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മോ എൻഗേജ്, അതുപോലെ അഡ്ജസ്റ്റ്, ഫ്ലയർ, പിന്നെ ഏതെങ്കിലും ആട്രിബ്യൂഷൻ ടൂൾ നിങ്ങൾ പറഞ്ഞോ? ഞാൻ അഡ്ജസ്റ്റ് ശ്രദ്ധിച്ചു, മോ എൻഗേജും ശ്രദ്ധിച്ചു. വേറെ ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഫ്ലയർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ അറിഞ്ഞാൽ തന്നെ, നിങ്ങൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഹെഡ് ആവാൻ അധികം സമയം വേണ്ട. കാരണം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ഒന്നും നിങ്ങൾ വിശ്വാസത്തിൽ എടുക്കണ്ട. നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞതിന്റെ ശേഷം നേരെ സിമിലർ വെബ് എന്ന് പറഞ്ഞ ടൂളിൽ പോയിട്ട് നിങ്ങൾ ഈ കമ്പനികൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ആ കമ്പനിക്ക് വരുന്ന ഡാറ്റ ട്രാഫിക്കിന്റെ അക്വിസിഷൻ ചാനൽ ഏതാന്ന് നോക്കുക. കൃത്യമായിട്ട് അത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ കൊടുത്തോടത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം 90% മൊബൈലാവും. ഈ മൊബൈൽ ആവണ സമയത്ത് ഇതിന്റെ ആട്രിബ്യൂഷൻ കറക്റ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഓപ്ഷൻ മഞ്ഞ അങ്ങനത്തെ ടൂൾസ് മാത്രമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പറഞ്ഞു കൊടുക്കണവരെന്നെ കുറവാണ് ഈ ഒരു സംഭവത്തെ. കാരണം ഞാൻ ദുബായിലെ ചില വേക്കൻസികളിൽ ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്, ഇത് അറിയണവരെ മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ എന്ന് തോന്നുന്നു. അതിന്റെ അത് ഭയങ്കര രസം. എന്താ പറയാ, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പെർഫോമൻസ് മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും നമ്മുടെ സിവിയിൽ പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഹയർ ചെയ്യപ്പെടും. ഒന്നത്. രണ്ടാമത്തത്, ഈ മൊബൈൽ ആട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോംസ് അറിയില്ല എന്ന് കണ്ട അവർ ആ സ്പോട്ടിൽ റിജക്ട് ചെയ്യും. അപ്പൊ ഞാന് ഇവരുടെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ഈ എൻട്രി എന്ന് പറഞ്ഞ കമ്പനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്കൊരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ഹെഡിനെ കിട്ടിയിട്ടില്ല ഇതുവരെ. കാരണം എന്താ വെച്ചാൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഈ മൊബൈൽ ആട്രിബ്യൂഷൻ
ആയിട്ടുള്ള അവരെനിക്ക് തോന്നുന്നത് അഡ്ജസ്റ്റ് തോന്നുന്നു അവര് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് അത്ര ഉറപ്പില്ല ബ്രാഞ്ച് ആണോ അഡ്ജസ്റ്റ് ആണോ എന്നുള്ളതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ അത് അറിയുന്ന ഒരാളെ കേരളത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ അവർ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റണോര് അതിന് അർഹതപ്പെട്ടവര് നിങ്ങളത് കളയണ്ട, ഉപയോഗിച്ചോളി. അതിലേ ഫീസിന് സ്ട്രക്ചർ ആദ്യത്തെ മാസം 5000, പിന്നെ പ്ലാറ്റ്ഫോം ലേണിംഗിന്റെ ഒരു സമയത്തേക്ക് അത് 10,000 ആണ്, 10,000 ആണ് ഇത് ഇന്ത്യൻ മണി. പിന്നെ മൂന്നാമത്തെ മാസത്തെ മൊഡ്യൂൾ അറിയാം കുറച്ച് അഡ്വാൻസ് ലെവൽ സംഭവങ്ങൾ, അതിന് 7,000 ആണ്. പിന്നെ നാലാമത്തെ മാസത്തിൽ കോർ ആയിട്ട് എക്സ്ട്രീം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പാക്കേജിൽ വരുന്നത് 10,000 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ടോട്ടൽ 32,000 ആണ് കോഴ്സിൽ വരുന്നത്. എങ്കിലും ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. എങ്കിലും ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഞാനിപ്പോ ഇവിടെ ഇടുകയാണ്. അഥവാ ഈ 5000-ൽ ഇപ്പോ ഈ വെബിനാർ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും. ഈ 15 മിനിറ്റിന്റെ ഉള്ളിൽ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് 4,000 അടച്ചാൽ മതി. ആ 4,000-നുള്ള പേയ്മെന്റ് ലിങ്ക് ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ഇപ്പൊ തന്നെ ആവശ്യമുള്ളവർക്ക്, ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ എടുക്കാം. അത് ഈ വെബിനാർ എൻഡ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ എൻഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോ അടിക്കുന്നവർക്കുള്ളതാണ്. ഓക്കെ, വെബിനാർ ഓഫർ 4,000 അടച്ചതിന് 5,000 അടക്കണം, 4,000 അടച്ചാൽ മതി. ഓൺ ദ സ്പോട്ടിൽ ഇപ്പൊ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഗ്രൂപ്പിൽ ഇടുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. അപ്പൊ അവർക്കുള്ള അഡ്മിഷൻ ഫോം ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തത്, ഹലോ, ഇതില് കോഴ്സ് എങ്ങനെയാണ്, ഏത് പ്ലാറ്റ്ഫോമിലാണ്, അതുപോലെ ഇത് ഗൂഗിൾ മീറ്റിലായിരിക്കും. ഈ പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കും. ടൈമിങ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് വഴി അറിയിക്കും. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു സമയം നോക്കിയിട്ട് അയക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഫിക്സ് ചെയ്യാം. എല്ലാവർക്കും പറ്റുന്ന ഒരു സമയമായിരിക്കും. രാത്രികളിൽ തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. എല്ലാവർക്കും പറ്റുന്ന ഒരു സമയത്തേക്കാണ്. പിന്നെ ഈ മോഡ്യൂൾസ് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഓഫർ പറയുന്നത് 4,500 അടച്ചാൽ മതി. ഈ ഇപ്പോ നിങ്ങൾ അയക്കുന്ന ഈ 15 മിനിറ്റ് കഴിയലോട് കൂടി എന്താകും, അത് 4,500 ആ ലിങ്ക്, ആദ്യത്തെ ലിങ്ക് ബ്ലോക്ക് ആകും. പിന്നെ വരുന്ന ലിങ്ക് പറഞ്ഞാൽ 4,500-ന്റെ ലിങ്കാണ്. ഇതിന് 20 വാലിഡിറ്റി ഉണ്ട്. അതാ രണ്ടാമത്തെ ലിങ്ക് ഞാൻ ഇപ്പൊ ഗ്രൂപ്പിൽ ഇവിടെയും ഇടുന്നുണ്ട്. 24 അവർ ഉള്ള ലിങ്ക് ആണ്. ഓക്കെ, ഈ 24 അവറിന്റെ ലിങ്ക് കഴിഞ്ഞാൽ, അത് 24 അവർ കഴിഞ്ഞാൽ പിന്നെ 4,500 പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 5,000-ന്റെ പേയ്മെന്റ് ആണ് പിന്നെ വരുന്നത്. ഓക്കെ, ഇതല്ലാതെ പിന്നെ ഈ 32,000-ന്റെ കോഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ പേയ്മെന്റ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ ഒറ്റ തവണയായിട്ട് അടക്കുന്നവർക്ക് ഫുൾ കോഴ്സിന്റെ ആക്സസ് 5 മാസത്തേക്ക് ഫുൾ കോഴ്സിന്റെ ആക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതൊറ്റ തവണയുള്ള ഓഫറാണ്. ഓക്കെ, ഒറ്റ തവണയുള്ള ഓഫറിന്റെ ലിങ്കും ഞാനിപ്പോ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പൊ ഈ ഫ്രഷേഴ്സിന്, പുതിയ ആളുകൾക്ക്, ഈ ഫീൽഡ് അറിയാത്തവർക്കൊക്കെ പിന്നെ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് മന്തിലെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ വരും. അപ്പൊ നിങ്ങൾക്ക് ഇനി പെർഫോമൻസിലോട്ട് പോകണോ, അതോ പിന്നെ പ്രോഗ്രാമാറ്റിക്കിലോട്ട് കൂടുതലായിട്ട് പോകണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഷംസ് ഭായ്, കേൾക്കാവോ? കേൾക്കാം. ഈ പ്രോഗ്രാമാറ്റിക്കിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉള്ള ആളുകൾ ഏതിലായിരിക്കും ജോയിൻ ചെയ്യാൻ നല്ലത്? ഇപ്പം പ്ലാറ്റ്ഫോംസ് അറിയാം, DSPs ഏതൊക്കെയാണെന്നറിയാം, പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിങ് എന്താണെന്നറിയാം, ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അവർക്ക് ഇതിൽ എല്ലാം ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ മന്ത് ഫസ്റ്റിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ മന്ത് സെക്കൻഡിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ അത് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ബേസിക്കലി അറിയേണ്ട വേറെ കുറെ കൺസെപ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ പ്ലാറ്റ്ഫോം അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്ലാറ്റ്ഫോം അറിയുന്നതിന്റെ മുന്നേ അറിയേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പങ്കെടുത്ത് അത് അറിയാമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് മാത്രമേ എനിക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഷംസ് ഭായ്, പല ആൾക്കാരും മൊഡ്യൂളുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അയക്കാം. അപ്പൊ നമ്മള് മൊഡ്യൂൾ ഓൾറെഡി നിങ്ങൾ ഗ്രൂപ്പിലിടുമെങ്കിൽ ഓക്കെ ശരി, ഗ്രൂപ്പിലിടാം. അപ്പോ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
അപ്പൊ അതൊരു ഒരു കരിയർ ഷിഫ്റ്റിംഗ് ജേണിയാണ്. ഓക്കെ, അപ്പൊ അതില് പിന്നെ പറഞ്ഞു സപ്പോർട്ട് ആവശ്യമുള്ളവര് നിങ്ങളൊരു ഒരു ഒരു നിങ്ങളൊരു ഒരു വൈക്ക് എത്തിക്കുക എന്ന് പറയില്ല നമ്മൾ. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. കുറച്ച് പണി അറിയുന്ന മാർക്കറ്റേഴ്സ് മാർക്കറ്റിൽ വരണം, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പണി അറിയുന്നവര്, വെറുതെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഞാനും പെർഫോമൻസ് മാർക്കറ്ററാണ്, ഞങ്ങൾ അത്ര റവാസ് ഉണ്ടാക്കി ഇത്ര റവാസ് ഉണ്ടാക്കി എന്ന് അറിയുന്ന ആൾക്കാരില്ലാതെ ഒരു ബ്രാൻഡ് എടുത്ത് കയ്യിലാണ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കമ്പനി എടുത്ത് കയ്യിലാണ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇത്ര ലക്ഷം ആഡ് സ്പെൻഡ് ഉണ്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിളി പാറി നിൽക്കാതെ ഡപ്പയറിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മാർക്കറ്റേഴ്സ്, ദ റിയൽ മാർക്കറ്റേഴ്സ് കേരളത്തിൽ വരണം. അതാണ് നമ്മുടെ എയിം. അതിന്റെ അപ്പുറത്തെ എയിമില്ല. അങ്ങനെ അപ്പുറത്തേക്ക് വേറെ എയിം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫീ ഒന്നും അല്ല ഇടാം. മിനിമം ഈ ഒരു ഫീക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ വെച്ച് ഞാൻ അറിഞ്ഞുകൊടുത്തുള്ള ഒരു 1.5 ലക്ഷം 2 ലക്ഷം റുപ്യന്റെ കോഴ്സ് ഉണ്ട്. പക്ഷെ ഈ കോഴ്സ് നമ്മൾ എന്താ റെക്കോർഡ് വരുമ്പോൾ എന്തായാലും ഒരു 80,000 റുപ്യക്ക് കയറുള്ളൂ. റെക്കോർഡ് കോഴ്സ് എന്തായാലും ഒരു ഇതിന്റെ മേലേക്ക് കയറും, ഇതിന്റെ താഴേക്ക് ഒരിക്കലും ഈ കോഴ്സ് കൊടുക്കും. ഓക്കെ, അത്ര ആവശ്യമുള്ളവര്, കരിയർ രക്ഷപ്പെടണം, സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവര് മാത്രം ചെയ്താൽ മതി. എന്തിനാ കുറെ ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നത്? അവര് വരട്ടെ, അവര് ഭരിക്കട്ടെ, ഇൻഡസ്ട്രി അവര് ഭരിക്കട്ടെ, നല്ല നല്ല MNCയിൽ അവർ കയറട്ടെ, എന്നിട്ട് കാണിച്ചു കൊടുക്കണം മലയാളികൾ. ഇപ്പൊ ഈ ദുബായിലൊക്കെ മലയാളി മാർക്കറ്റേഴ്സിന് വലിയ ഡിമാൻഡ് എന്തെങ്കിലും ഒക്കെ ഉത്തരേന്ത്യക്കാർക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനികൾക്ക് അല്ലെങ്കിൽ പിന്നെ ഈ ലെബനീസിന്, ഇവര് യൂറോപ്യൻസ് അവരൊക്കെയാണ് മെയിൻലി കളിക്കുന്നത്. മലയാളീസ് ഒന്നും അതിലേക്ക് എത്തിയിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ മലയാളികൾ റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ഒരു ക്ലയന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിന് വരുമ്പോൾ ആ ഏജൻസി മലയാളി ഏജൻസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഓണേഴ്സ് വരെ വേണ്ട പറഞ്ഞിട്ടിട്ട് പോകുന്നത് കാണുന്നുണ്ട്. ഞാൻ എത്ര തവണ കാണുന്നുണ്ട്. കാരണം മലയാളി ഓഡിയൻസ് മലയാളി മാർക്കറ്റേഴ്സിന് റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, പക്ഷിന് ഷെബിന് അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ അവരെന്നല്ല പറഞ്ഞു പൊതുവെ ഒരു റേഷ്യോ കുറവ്, സക്സസ് റേറ്റ് വളരെ കുറഞ്ഞതായിട്ട് കാണുന്നതിന് കാരണം ഒന്ന് മാർക്കറ്റിങ്ങിന്റെ സയൻസ് അറിയണം, അതിന്റെ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കിയണം, സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യാൻ പറ്റണം, ഡേറ്റ പഠിക്കാൻ പറ്റണം, ആട്രിബ്യൂഷൻസ് അനലിറ്റിക്സ് മെഷർമെന്റ് ഇത് കറക്റ്റ് തൊടാൻ പറ്റും. അപ്പൊ അനൂപിന്റെ ഒരു കോഴ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, എന്താ സെർവർ സൈഡ് ടാഗിങ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് കയറാൻ പറ്റുന്ന നല്ല പവർഫുൾ ആൾക്കാർ മാർക്കറ്റേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേണം. അവർക്ക് എവിടെയും ജോലി കിട്ടും. ദുബായിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ഇന്റർവ്യൂവിൽ അവർക്ക് ജോലി കിട്ടും. അറിവ് വേണം, സ്കില്ലും വേണം. ഈ രണ്ടൊരു കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യാൻ റെഡി ഉള്ളവര്, പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവര്, ചുമ്മാ നോക്കുക എന്ന് പറഞ്ഞിട്ട് വരുന്നവര് എടുക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നോക്കി നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു എടുക്കണ്ട, അങ്ങനത്തെ ഒരു വേണ്ട. നമുക്ക് ഇനി കരിയർ ഡെവലപ്പ് ചെയ്ത് മേലേക്ക് കയറി പോരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം കോഴ്സ് എടുത്താൽ മതി. ഓക്കെ, അവരെ നമ്മളൊരു വൈക്ക് ഒരു നല്ലൊരു പൊസിഷനിലോട്ട് ഒരു കമ്പനിയുടെ ഒരു ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് വരെ ആയാൽ പോലും, നിങ്ങളെ അണ്ടറിൽ ഒരു 25-50 ആൾക്കാരുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിന്റെ പേയ്മെന്റ് ലിങ്ക് ഞാനിപ്പോ വിടുന്നുണ്ട്. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു പീപ്പിൾ thank you first of all Shams for the wonderful class, and thank you people for sitting for a long time. നമ്മൾ 1 മണിയോടുകൂടി അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിച്ചത്, പക്ഷെ 3 മണിയായി. 4 മണിക്കൂറിന്റെ പുറത്തായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. ഈ നോമ്പിന്റെ സമയത്ത് those people have taken a big effort in understanding the process and technology. Thank you very much, and we can meet again. Thank you. Shari. Thank you.